ഹലോ മക്കളെ, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ ഒന്ന് സ്പീഡായിട്ട് ബോർഡ് എക്സാം ലെവലിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ പോകണം. മക്കൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്പീഡിൽ ഇങ്ങനെ കേട്ട് പോയാൽ മതി. ഓക്കെ, സോ തുടങ്ങാം. നമുക്ക് നോക്കിക്കോണേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ളതാണ്. റീപ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, റീപ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ്. പുതിയ ഇൻഡിവിജ്വൽസിനെ ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. പുതിയ കുഞ്ഞുങ്ങളെ, ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ഈസ് നെസസറി ഫോർ ദ പെർപെച്വേഷൻ ഓഫ് എനി സ്പീഷീസ്. ഏതൊരു സ്പീഷീസിൻ്റെയും കണ്ടിന്യൂറ്റി നമ്മൾ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും ഒരു സ്പീഷീസിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴാണ് ആ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റഡ് ആയിപ്പോയി എന്ന് നമ്മൾ പറയാം. ഇനി നോക്കാം നമുക്ക്. റീപ്രൊഡക്ഷൻ എന്താ നമുക്ക് മനസ്സിലായി. ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ആൻജിയോസ്പേമുകളാണ്. ഫ്ലവർ ഉണ്ടാക്കാൻ വരുന്ന ഒരേ വിഭാഗം ആളുകൾ മാത്രമേ ഉള്ളവർ ആൻജിയോസ്പേംസ് ആണ്. ആൻജിയോസ്പേമിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറയുന്ന പേരാണ് ഫ്ലവർ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറയുന്ന പേരാണ് ഫ്ലവർ എന്നാണ് വിളിക്കുക. ഇനി ഫ്ലവർ എന്താണെന്ന് ചോദിച്ചാൽ, ഫ്ലവേഴ്സ് ആർ ഒബ്ജക്ട്സ് ഓഫ് എസ്തെറ്റിക്, ഓർണമെൻ്റൽ, സോഷ്യൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ വാല്യൂ. അതായത് ഇവരെന്തൊക്കെയാണ്? ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവറിന് ഒരുപാട് വാല്യൂ ഉണ്ട്. എസ്തെറ്റിക് വാല്യൂ, ബ്യൂട്ടി സെൻസ് ഉണ്ട്. ഓർണമെൻ്റലായിട്ട് സ്ത്രീകളൊക്കെ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ ആയിട്ടുള്ള പരിപാടികളിലും റിലീജിയസ് ആയിട്ടും കൾച്ചറൽ ആയിട്ടും ഒക്കെ ആർക്ക് വാല്യൂ ഉണ്ട്? ഫ്ലവേഴ്സിന് വാല്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ആസ് എ സിമ്പിൾസ് ഓഫ് കൺവേയിങ് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ഫീലിങ്സ്. നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ഫീലിങ്സ് ആയുള്ള ലവ്, അഫെക്ഷൻ, മോണറിങ്, അങ്ങനത്തെ അത്തരത്തിലുള്ള നമ്മുടെ ഹ്യൂമൻ ഫീലിങ്സ്, നമുക്ക് എന്ത് ഫീലിംഗ് വന്നാലും നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്ലവേഴ്സിനെയാണ്. അപ്പോൾ ഞാൻ 3 പോയിൻ്റാണ് പറഞ്ഞത്. ഫ്ലവേഴ്സ് ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ആൻജിയോസ്പേം. ഫ്ലവേഴ്സിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? എസ്തെറ്റിക് വാല്യൂ, ഓർണമെൻ്റൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, റിലീജിയസ് വാല്യൂ, കൾച്ചറൽ വാല്യൂ. ഇത്രയും വാല്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ ഹ്യൂമൻസ് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സിനെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചു നോക്കൂ. പാർട്സ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ് ഉള്ളത്. കേട്ടേക്കണേ, 4 ഭാഗങ്ങൾ. ഫസ്റ്റ് പാർട്ടാണ് കാലിക്സ്, സെക്കൻഡ് പാർട്ട് കൊറോള, തേർഡ് പാർട്ട് ആൻഡ്രീഷ്യം, ഫോർത്ത് പാർട്ട് ഗൈനീഷ്യം. സോ എ ഫ്ലവർ ഹാസ് എ 4 പാർട്സ്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. കാലിക്സിനെയും കൊറോളയും കൂട്ടി വിളിക്കുന്ന പേരാണ് ആക്സസറി വേൾഡ്സ് എന്നാണ് വിളിക്കുക. എന്നാൽ ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് എന്നാണ് വിളിക്കുക. കിട്ടിയോ? ഇനി ഞാൻ പറയാൻ വേണം ഓരോരുത്തരും മോണോമർ യൂണിറ്റിനാണ് പറയാൻ വേണം. കാലിക്സ് എന്ന് പറയുന്നത് ഒരുപാട് സെപ്പലുകൾ കൂടിച്ചേർന്നതാണ്. ഇതൊരു സെപ്പലാണ്, ഇതൊരു സെപ്പലാണ്, അങ്ങനെ ഒരുപാട് സെപ്പൽസ് കൂടിച്ചേർന്ന ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കാലിക്സ്. അഥവാ കാലിക്സിൻ്റെ മോണോമറാണ് സെപ്പൽ. എന്നാൽ കൊറോളയുടെ മോണോമറാണ് പെറ്റൽ. നോക്കിക്കേ, ഇതൊരു പെറ്റലാണ്, ഇതൊരു പെറ്റലാണ്, ഇത് വേറൊരു പെറ്റലാണ്. അങ്ങനെ ഈ പെറ്റലുകളെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് കൊറോള. അത് കൊറോളയുടെ മോണോമർ യൂണിറ്റാണ് പെറ്റൽ. അടുത്തത് നമുക്ക് നോക്കാം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റിനെ പറയുന്ന പേരാണ് സ്റ്റെയ്മൻ. അപ്പോൾ ഇവരെ നമ്മളെല്ലാവരെയും കൂട്ടി വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിൻ്റെ ഒരു മോണോമർ യൂണിറ്റിനെ പറയുന്ന പേരാണ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. ഇത്ര നമ്മൾ പഠിച്ചോളൂ. ഒരു ഫ്ലവറിന് 4 ഭാഗങ്ങളുണ്ട്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സിനെയും കൊറോളേനെയും നമ്മൾ ആക്സസറി വേൾഡ്സ് എന്നാണ് വിളിക്കുക. ആൻഡ്രീഷ്യത്തെയും ഗൈനീഷ്യത്തെയും നമ്മൾ റീപ്രൊഡക്റ്റീവ് വേൾഡ്സ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ പറയണേ, കാലിക്സിൻ്റെ മോണോമർ യൂണിറ്റാണ് സെപ്പൽ, കൊറോളയുടേതാണ് പെറ്റൽ, ആൻഡ്രീഷ്യത്തിൻ്റെ ആണ് സ്റ്റെയ്മൻ, ഗൈനീഷ്യത്തിൻ്റെ ആണ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കാറുണ്ട്. നോക്കിക്കോണേ, ഇവൻറ്റ്സിനെ പ്രധാനമായിട്ട് നമുക്ക് 3ആയി തിരിക്കാം. ഒന്നാമത്താടാ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന ഇവൻറ്റ്സ്. അടുത്താണ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. അടുത്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. ശരിക്കും കേൾക്കണേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുമ്പോൾ 3 ഇവൻ്റ് ആയിട്ടാണ് നടക്കുക. അതിൽ ഒന്നാമത്തതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സും ഉണ്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നടക്കുന്ന ഇവൻറ്റ്സ്. അപ്പോൾ അതിലെന്താ ഉണ്ടാവുക? ഇവൻറ്റ്സ് ബിഫോർ ഫെർട്ടിലൈസേഷൻ എന്ന് നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ ഇവൻ്റ് ആടാ ഗ്യാമറ്റോജെനിസിസ്. വായിച്ചേ, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റിൽ ഒന്നാമത്തെ ഇവൻ്റാണ് ഗ്യാമറ്റോജെനിസിസ്. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് 2 തരത്തിലുള്ള ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒന്നാമതാണ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ്, പിന്നെ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഗ്യാമേറ്റും അവർ പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ ഇവൻ്റാണ് പ്രീ ഫെർട്ടിലൈസേഷനുള്ള രണ്ടാമത്തെ ഇവൻ്റാണ് ഗമേറ്റ് ട്രാൻസ്ഫർ. ഗമേറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഗമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിനേഷൻ. പോളിനേഷനിൽ നമുക്ക് 2 ഹെഡിങ്ങാണ് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് പോളിനേഷനും പഠിക്കണം, ഏജൻറ്റ്സ് ഓഫ് പോളിനേഷനും പഠിക്കണം. സിമ്പിളായിട്ട് മനസ്സിലായോ?
നോക്കിക്കേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 3 ഇവൻറ്റ്സ് ആണുള്ളത്. അതിൽ ഒന്നാമതാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് അഥവാ ഇവൻറ്റ്സ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. അതിൽ 2 ഇവൻറ്റ്സ് ആണുള്ളത്. ഗ്യാമറ്റോജെനിസിസ്, ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാമേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ 2 ഗമേറ്റ്സിന് ഉണ്ടാക്കണം, മെയിൽ ഗമേറ്റ് ഉണ്ടാക്കണം, ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാക്കണം. ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ 2 ഹെഡിങ് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് പോളിനേഷൻ ആൻഡ് ഏജൻസ് ഓഫ് പോളിനേഷൻ. ഇനി അടുത്തത് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ഇവൻ്റാണ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സുകൾ കൂടിച്ചേരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ആ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ നടക്കുന്നത്, ആൻജിയോസ്പേമിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേരാടാ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ഫ്യൂഷൻസ് ഒരേ സമയം നടക്കും. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഡബിൾ ഫെർട്ടിലൈസേഷനുള്ള 2 ഫ്യൂഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഫ്യൂഷനാണ് സിംഗമി, രണ്ടാമത്തെ ഫ്യൂഷനാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ ഈ 2 ഫ്യൂഷൻ ഒരേ സമയം നടക്കുന്നതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമിൻ്റെ മാത്രം യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ പ്രീ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഗ്യാമേറ്റ്സ് ഉണ്ടാക്കി, അതിനെ ട്രാൻസ്ഫർ ചെയ്തു, അപ്പോൾ അത് ഫ്യൂസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഫെർട്ടിലൈസേഷൻ ശേഷം ഉണ്ടാവുന്ന ഇവൻറ്റ്സ്, അതിനെ പറയുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്നാണ് പറയുക. അതെന്താണ്? ഇവൻറ്റ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ശേഷം ഉണ്ടാവുന്ന ഇവൻറ്റ്സ് ആണ്. അതിൽ 4 ഇവൻറ്റുകളാണ് പ്രധാനമായിട്ട് നടക്കുക. ഒന്നാമതാടാ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. എംബ്രിയോക്ക് തിന്നാൻ ആവശ്യമായ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പഠിക്കണം. രണ്ടാമത്തത് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നത് എന്ന് പഠിക്കണം. അടുത്തത് സീഡ് ഫോർമേഷൻ, ഒവ്യൂൾ എങ്ങനെയാണ് സീഡ് ആവുന്നത് എന്ന് പഠിക്കണം. ഫ്രൂട്ട് ഫോർമേഷൻ, ഓവറി എങ്ങനെയാണ് ഫ്രൂട്ട് ആവുന്നത് എന്ന് പഠിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ അപ്പോമിക്സിസും പോളിഎംബ്രിയോണിയും മാത്രമാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതാണ് അതിൻ്റെ സമ്മറി. ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തുടങ്ങാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. അതിൽ ഗ്യാമറ്റോജെനിസിസ്, അതിൽ ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടോ. മെയിൽ ഗ്യാമേറ്റിന് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ചെന്നിട്ടാണ് നമ്മൾ മെയിൽ ഗ്യാമേറ്റ് എടുക്കുക. എല്ലാവരും കൂടി വന്നേ നമുക്കൊരു ഫ്ലവറിൻ്റെ സ്റ്റേമെൻറ്റിൽ കയറിയിരിക്കാം. ആൻഡ്രീഷൻ കൺസിസ്റ്റ് ഓഫ് വേൾഡ്സ് ഓഫ് സ്റ്റേമെൻസ്. ആൻഡ്രീഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതിലുള്ള ഓരോ യൂണിറ്റാണ് സ്റ്റേമെൻസ് എന്ന് പറയുന്നത്. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ആൻഡ്രീഷൻ, അതിൻ്റെ മോണോമർ യൂണിറ്റാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമന് 2 ഭാഗങ്ങളാണുള്ളത്. നോക്കിക്കേ, ഈച്ച് സ്റ്റേമൻ ആസ് എ ഫിലമെൻറ്റ് ആൻഡ് ആൻ ആന്തർ. ഒരു ഫിലമെൻ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, ആന്തർ എന്ന് പറയുന്ന പാർട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ഫിലമെൻ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, ആന്തർ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇനി നമ്മൾ പറയണേ പോളൻ ഗ്രെയിൻ ഓഫ് മൈക്രോസ്പോർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ആന്തർ ഓഫ് സ്റ്റേമൻ. പോളൻ ഗ്രെയിൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ആന്തറിൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളൻ ഗ്രെയിൻ എൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ആന്തറിൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ ഉള്ളിലാടാ? ആന്തറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു. ആൻഡ്രീഷ്യത്തിൻ്റെ മോണോമർ യൂണിറ്റാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമന് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഒരു സ്റ്റേമന് 2 ഭാഗങ്ങളാണുള്ളത്. ഫിലമെൻ്റ് എന്ന് പറയുന്ന പാർട്ടുണ്ട്, ആന്തർ എന്ന് പറയുന്ന പാർട്ടുണ്ട്. അതിൽ ആന്തറിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാവുക? പോളൻ ഗ്രെയിൻസ്. അതിൻ്റെ വേറെ പേരാണ് മൈക്രോസ്പോസ് എന്ന് പറയുക. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോസ് ഉണ്ടാവുക എന്തിൻ്റെ ഉള്ളിലാണ്? ഈ ആന്തറിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകണം, നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ കയറിയിരിക്കണം. ഒരു ഫിലമെൻറ്റിൽ കയറിയിരുന്നുള്ളൂ. ഇതാ നോക്കിക്കോണേ, ഒരു ഫിലമെൻറ്റിൽ നമ്മൾ കയറിയിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആന്തറിനെ നോക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും കേൾക്കണേ. ഫിലമെൻറ്റിൽ നമ്മൾ കയറിയിരുന്നു, എന്നിട്ട് നമ്മൾ ആന്തറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് പോളൻ ഗ്രെയിൻസ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കണം. സോ നോക്കിയാൽ എല്ലാവരും നോക്കിയേ, എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ഈസ് ബൈലോബ്ഡ്. ഒരു ടിപ്പിക്കലായുള്ള ആൻജിയോസ്പേമിൻ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് ആണ്. നോക്കിയാടാ, ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ ആന്തർ എന്ന് പറയുന്നത് എന്താണ്? ബൈലോബ്ഡ് ആണ്. ഓരോ ലോബിനും 2 തീക്കകൾ ഉണ്ടായിരിക്കും, 2 സാക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, ആൻജിയോസ്പേമിൻ്റെ ആന്തർ എന്ന് പറയുന്നത്, ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ് ആണ്. ഓരോ ലോബിനും 2 സാക്ക് വീതം ഉണ്ടായിരിക്കും. ഓരോ ലോബിനും 2 തീക്ക വീതം ഉണ്ടായതുകൊണ്ട് നമ്മൾ അയാളെ ഡൈതീക്കസ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ ആന്തർ ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ചെയ്യുകയാണെ ചോദിക്കണേ, എല്ലാവരും ആ ഫിലമെൻറ്റിൽ കയറിയിരുന്നോളൂ കേട്ടോ. നോക്കണേ, ഇതാണ് നമ്മുടെ ഫിലമെൻ്റ് എന്ന് പറയുന്ന പാർട്ട്. ആ ഫിലമെൻറ്റിലൂടെ കയറിയ ആന്തറിലെത്തും. ആന്തർ ബൈലോബ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ഓരോ ലോബിലും 2 ചേംബർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ആൻജിയോസ്പേമിൻ്റെ ആന്തറിനെ ഡൈതീക്കസ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ നിങ്ങൾ എടുക്കുക. ഇഫ് യു ടേക്ക് ദ transverse cross section of an anther, you will get a 4-sided structure. കണ്ടോ, ഒരു 4-sided ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടും. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് കിട്ടുക. ഒരു ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമുക്കൊരു 4-sided സ്ട്രക്ചറാണ് കിട്ടുക. ആ 4-sided സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഗോണൽ സ്ട്രക്ചർ എന്നുകൂടി വിളിക്കും. സോ ഒന്നുകൂടി നോക്കിയാൽ, ആന്തറിൻ്റെ ഫിലമെൻറ്റിലൂടെ കയറി, സ്റ്റേമൻ്റെ ഫിലമെൻറ്റിലൂടെ കയറി ആന്തറിലെത്തി. ആന്തർ ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്. നമ്മൾ ചുറ്റും നമ്മൾ മൈക്രോസ്പോർ അഥവാ പോളൻ ഗ്രെയിൻ തെരഞ്ഞു കാണാനല്ല. അപ്പോൾ നമ്മൾ ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുത്തു. ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുത്ത് ആ മുറിച്ച ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നമുക്കൊരു 4-sided സ്ട്രക്ചർ നമ്മൾ കണ്ടു. ആ ടെട്രാഗോണൽ സ്ട്രക്ചർ കണ്ടിട്ടുണ്ട് പറഞ്ഞു. ആ ടെട്രാഗോണൽ സ്ട്രക്ചറിൻ്റെ ഓരോ സൈഡിലും ആരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് മൈക്രോസ്പൊറാഞ്ചിയ. കണ്ടോ, ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്, ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ചിയം
മൈക്രോസ്പൊറാഞ്ചും ഉണ്ട്, ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു മൈക്രോസ്പൊറാഞ്ച്. അപ്പം 4 കോണേഴ്സിലും 4 മൈക്രോസ്പൊറാഞ്ച് ഉണ്ടായതുകൊണ്ട് നമുക്ക് ആൻജിയോസ്പിൻ്റെ ആന്തർ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എല്ലാവരും പഠിച്ചേ. ആൻജിയോസ്പമിൻ്റെ ആന്തർ എന്താണെന്ന് പറയാം? ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണേ, ഫിലമെൻറ്റിലൂടെ കയറി ആന്തറിലെത്തി. ആന്തർ ബൈലോബ്ഡാണ്, ഓരോ ലോബിലും 2 തീക്കം, അതുകൊണ്ട് നമ്മൾ അതിനെ ഡൈതീക്കസ് എന്ന് വിളിക്കുന്നു. ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുക്കുന്നു, നമുക്കൊരു ടെട്രാഗോണൽ സ്ട്രക്ചർ കിട്ടുന്നു. അതിൻ്റെ 4 കോർണറിൽ ഓരോ മൈക്രോസ്പൊറാഞ്ച് ഇരിക്കുന്നു, അതുകൊണ്ട് ആന്തർ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് ആണെന്ന് പറയുന്നു. സോ നമുക്ക് പറയാം മൈക്രോസ്പൊറാഞ്ച്. ഇനി വായിച്ചു നോക്കിക്കേ. Anther is 4-sided structure consisting of more microsporangia located at the corners. ഈ ഓരോ ലോബിലും 2 എണ്ണം വീതം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ കയറണം. ആന്തർമ നോക്കി കാണാനല്ല, ക്രോസ് സെക്ഷൻ എടുത്ത് പോളംഗ്രെയിന കാണാനല്ല, നമുക്ക് പോളംഗ്രെയിന വേണ്ടത്. അപ്പോൾ നമ്മൾ ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. നോക്കണേ, വെൻ ദ ആന്തർ ഈസ് യങ്, ആന്തർ ചെറുതാകുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജിനസ് സെൽസ് അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആന്തറിൻ്റെ വാളുകളെ കുറിച്ച് പഠിക്കാം. ആന്തർ ഈസ് കമ്പോസ്ഡ് ഓഫ് 4 wall layers. ആന്തർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? 4 wall layers കൊണ്ടാണ് ആന്തർ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നോക്കണേ, ആന്തർ ഉണ്ടാക്കിയിരിക്കുന്നത് 4 wall layers കൊണ്ടാണ്. ആ 4 wall layers സ്ഥിരമായിട്ട് ബോർഡ് എക്സാം ചോദിക്കുന്നത്, പെട്ടെന്ന് പഠിച്ചോളൂ. ഏറ്റവും പുറത്തുള്ളതാണ് എപ്പിഡർമിസ്, അതിൻ്റെ ഉള്ളിലാണ് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിലാണ് മിഡിൽ ലേയേഴ്സ്, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം. സോ നോക്കിയേ, ഫിലമെൻറ്റിലൂടെ വരുന്നു, ആന്തർ കാണുന്നു, ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുക്കുന്നു, ടെട്രാഗോണൽ സ്ട്രക്ചർ കിട്ടുന്നു, 4 സൈഡിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കാണുന്നു, അതിൻ്റെ ഉള്ളിൽ പോളംഗ്രെയിൻ ഉണ്ടാവും വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ലെയറാണ് എപ്പിഡർമിസ്, അതിൻ്റെ ഉള്ളിലുള്ള ലെയറാണ് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിലുള്ള മിഡിൽ ലേയേഴ്സ്, അതിന് ഒറ്റ ചടം ചാടി നമുക്ക് വലിയൊരു ലെയർ കാണാം, അതാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ഇവരെ 3 പേരെയും കൂടി നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണ് ഔട്ടർ 3 ലെയേഴ്സ് എന്നാണ് പറയുക. ഇവർ 3 പേരും ഔട്ടർ 3 ലെയേഴ്സ് ആണ്. ടപ്പീറ്റമാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ടപ്പീറ്റത്തിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ടപ്പീറ്റമാണ്. ഇനി നോക്കണം കേട്ടോ, ഈ ലൈൻ നോക്കിയേ. ദ ഔട്ടർ 3 walls layers പെർഫോം ദ ഫംഗ്ഷൻ. ഔട്ടർ 3 layers ഓഫ് വാൾസ്, അഥവാ ഏതൊക്കെയാണ്? എപ്പിഡർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലേയേഴ്സ്. അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ എന്താ പറയുക? അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് പോളൻ. അപ്പോൾ പോളൻ ഉണ്ടാകുന്നത് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ്. ആ പോളൻ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, പിന്നെ അതിന് പുറത്ത് ചാടാൻ ആവശ്യമാവുന്ന സമയത്ത് ആ ആന്തറിനെ ഡെഹിസൻസ് തുറക്കാൻ സഹായിക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ചേ, ദ ഔട്ടർ 3 walls ഓഫ് ലെയേഴ്സ് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ, അല്ലെങ്കിൽ ഡെഹിസൻസ് ഓഫ് ദ ആന്തർ ടു റിലീസ് ദ പോളൻ. കിട്ടിയോ? എങ്കിൽ ഇന്നർമോസ്റ്റ് ലെയർ ആണ് കുഞ്ഞുങ്ങളെ ടപ്പീറ്റം. ഇന്നർമോസ്റ്റ് ലെയർ ആണ് ഇതെന്ന് പറയുന്നത് ടപ്പീറ്റം. ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളംഗ്രെയിൻസ്. അവിടെ എഴുതി വെച്ചോ, സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളംഗ്രെയിൻസ്. ആ ടപ്പീറ്റം എന്ന് പറഞ്ഞ ലെയറിൻ്റെ ഉള്ളിലാണ് പോളംഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുക. അതിനാവശ്യമായ നറിഷ്മെന്റ് കൊടുക്കുന്നത് ആരാണ്? ടപ്പീറ്റമാണെന്ന് പറഞ്ഞു. സെൽസ് ഓഫ് ടപ്പീറ്റത്തിന് പ്രത്യേകം എന്താ? ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, ജനറലി മോർ ദാൻ 1 ന്യൂക്ലിയസ്. ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, സാധാരണ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസും അയാൾക്ക് ഉണ്ടാവും, നമുക്കറിയാം. സോ എല്ലാവരും പുറത്തുനിന്ന് ഒന്നുകൂടി വന്ന് നോക്കിക്കേ. നമ്മളിങ്ങനെ ഫിലമെൻറ്റിലൂടെ കേടി ആന്തറിലെത്തി. ആന്തർ ബൈലോബ്ഡ്, ഓരോ ലോബിൽ 2 തീക്ക വീതം, അതുകൊണ്ട് ബൈലോബ്ഡ് ഡൈതീക്കസ് ആണ്. ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുത്തു, നമുക്കൊരു ടെട്രാഗണൽ സ്ട്രക്ചർ കിട്ടി. അതിന് 4 സൈഡിലും മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട് എന്ന് പറഞ്ഞു. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ കയറുമ്പോൾ ഏറ്റവും പുറമെയുള്ള ലെയറാണ് എപ്പിഡർമിസ്, അതിൻ്റെ ഉള്ളിലാണ് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിലാണ് മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ടപ്പീറ്റം ഈ ഔട്ടർ 3 ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ പെർഫോമിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ ആണ്. ഇന്നർമോസ്റ്റ് ലെയറായ ടപ്പീറ്റമാണ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളംഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ സത്യം വിളിച്ചു പറയട്ടെ, ഈ മൈക്രോസ്പൊറാഞ്ച് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വട്ടത്തിലല്ലേ ഉണ്ടാവുക? വട്ടത്തിൽ എപ്പിഡർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം കഴിഞ്ഞിട്ട് നമ്മൾ ആന്തർ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ കേന്ദ്രഭാഗത്ത് എത്തുമ്പോൾ അവിടെ നമുക്കൊരു കൂട്ടം സെല്ലുകളെ കാണാം. ആ ഒരു കൂട്ടം സെല്ലുകളെ വിളിക്കുന്ന പേരാടാ സ്പോറോജീനസ് ടിഷ്യൂ. നോക്കിയേ, ആന്തർ ചെറുതാവണ സമയത്ത് അതിൻ്റെ കേന്ദ്രഭാഗത്തായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് കോമ്പാക്റ്റീവ്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് ഒരേപോലെയുള്ള ഒരു കൂട്ടം സെല്ലുകളെ നമുക്ക് കാണാം. അവരെ വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ എല്ലാവരും പഠിച്ച എന്താ സ്പോറോജീനസ് ടിഷ്യൂ? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്റ്റ്ലി പറഞ്ഞാൽ കട്ടിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരേപോലെയുള്ള കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ് പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ആ ഗ്രൂപ്പ് ഓഫ് സെല്ലുകളെ പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും സെൻറ്ററിൽ കാണപ്പെടുന്ന ആ കൂട്ടം സെല്ലുകളെ പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. മാറില്ലല്ലോ. ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ, ഏറ്റവും പുറത്തുള്ളതാണ് എപ്പിഡർമിസ്, അതിൻ്റെ ഉള്ളിലുള്ളത് എൻഡോതീഷ്യം, അതിൻ്റെ ഉള്ളിലുള്ളതാണ് മിഡിൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ കേന്ദ്രഭാഗത്താണ് സ്പോറോജീനസ് ടിഷ്യൂവിനെ കാണിച്ചിരിക്കുന്നത്. നോക്കണേ, ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കണം കേട്ടോ, ഇനി എന്താണ് സംഭവിക്കുക? ദ മൈക്രോസ്പൊറാഞ്ച 4 മൈക്രോസ്പൊറാഞ്ചുകൾ ഉണ്ട് നമുക്കറിയാലോ. ഈ 4 മൈക്രോസ്പൊറാഞ്ചുകൾ എന്തായിട്ട് മാറും? പോളൻ സാക്ക് ആയിട്ട് മാറും.
മൈക്രോസ്പൊറാഞ്ചികളാണ്. ഇങ്ങനെയാണ് ഒരു 4 സൈഡഡ് സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഈ 4 മൈക്രോസ്പൊറാഞ്ചികളും പിന്നീട് പോളൻ ഗ്രെയിൻസിൻ്റെ ചാക്കായിട്ട് മാറും. അതാണ് പോളൻ ചാക്കായിട്ട് മാറുന്നതാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകണേ, ശരിക്കും നോക്കിക്കോണേ, മൈക്രോസ്പൊറാഞ്ചിൻ്റെ പുറത്തിരുന്ന എപ്പിഡർമിസ്, ഉള്ളിക്ക് ചാടിയ എൻഡോതീഷ്യം, വീണ്ടും ചാടിക്കുക മിഡിൽ ലെയേഴ്സ്, വീണ്ടും ചാടിക്കുക ടപ്പീറ്റം കഴിഞ്ഞ ഒരു ഒറ്റ ചാട്ടം ചാടുമ്പോൾ നിങ്ങൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ കേന്ദ്രഭാഗത്തിലെത്തും. അവിടെ ഒരു കൂട്ടം സെല്ലുകളെ നമുക്ക് കാണാം. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. ഞാൻ പറയാൻ പോണേ, സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലുകളും ഡെവലപ്പ് ചെയ്യും. നോക്കിക്കോണേ കേട്ടോ, ഈച്ച് സെൽ ഓഫ് സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള ഓരോ സെല്ലും ഡെവലപ്പ് ചെയ്തിട്ട് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറും. വാവ്, സിമ്പിൾ. അപ്പം നിങ്ങൾ ആലോചിക്കണേ, ഒരു ആന്തറിൻ്റെ ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ 100 സ്പോറോജീനസ് സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അത് 100 മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറും. ആ ഓരോ മൈക്രോസ്പോർ മദർ സെല്ലുകളെ നമുക്ക് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളൻ മദർ സെൽ എന്നാണ് വിളിക്കുക. നോക്കിക്കേ, കണ്ടോ, ആന്തറിൻ്റെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ പോളൻ മദർ സെല്ലുകൾ ഉണ്ടാവും. അത് ഡിപ്ലോയിഡ് ആണ്. ആ പോളൻ മദർ സെല്ലുകൾ, ഓരോ പോളൻ മദർ സെൽ എന്തിനു പോകും? മിയോസിസിന് പോകും. എന്നിട്ട് 4 പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ 4 മൈക്രോസ്പോറിൻ്റെ ഒരു കൂട്ടമായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് പോളൻ ടെട്രാഡ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്താ വിളിക്കുക? മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയും. ഇനി ആന്തർ വലുതായി ഡീഹൈഡ്രേറ്റ് ചെയ്യണ സമയത്ത് ഈ ടെട്രാഡ് നിൽക്കുന്ന 4 സെല്ലുകളും പരസ്പരം ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവർ ഇൻഡിവിജ്വൽ മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിനുകളായിട്ട് മാറും. സിമ്പിളായിട്ട് കിട്ടിയോ? അപ്പോൾ ആന്തറിൻ്റെ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലുള്ള സ്പോറോജനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും മിയോസിസിന് പോകും. എന്നിട്ട് 4 മൈക്രോസ്പോറുകളുള്ള ഒരു കൂട്ടമായി മാറും. അതിനെ പറഞ്ഞ പേരാണ് ഒന്നെങ്കിൽ പോളൻ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് വിളിക്കുക. ഈ ഓരോ മൈക്രോസ്പോർ ടെട്രാഡും എന്താണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓരോ മൈക്രോസ്പോർ ടെട്രാഡുകളും ആന്തർ വലുതാവണതിനനുസരിച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവരെന്തായിട്ട് മാറും? ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓരോന്നും ഇൻഡിവിജ്വൽ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പറയാൻ പോണേ, മൈക്രോസ്പോർ മദർ സെല്ലുകൾക്ക് മിയോസിസ് സംഭവിച്ചിട്ട് മൈക്രോസ്പോർ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. പഠിച്ചു നോക്കിയേ, മൈക്രോസ്പോർ മദർ സെല്ലുകൾക്ക് അല്ലെങ്കിൽ പോളൻ മദർ സെല്ലുകൾക്ക് മിയോസിസ് സംഭവിച്ചിട്ട് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് മൈക്രോസ്പോറോജെനിസിസ്? അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയാൽ മതി, ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ്. ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ് എന്നെ പറയുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. കിട്ടിയോ? അങ്ങനെ മൈക്രോസ്പോറോജെനിസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? മൈക്രോസ്പോർ ഉണ്ടാവും. അതിൻ്റെ വേറെ പേരല്ലേ പോളൻ ഗ്രെയിൻ. നിങ്ങളത് ശരിക്കും ആലോചിക്കുക. പണ്ടത്തെ നേരത്തെ പറഞ്ഞ പോലെ നേരെ ഒരു ഫ്ലവറിലേക്ക് കയറി വന്നോളി, സ്റ്റേമനിലേക്ക് കയറിയിട്ട് ഫിലമെൻറ്റിൽ നിൽക്കുക. ഫിലമെൻറ്റിലൂടെ കയറുമ്പോൾ ആന്തറിനെ കാണാം. ആന്തർ ബൈലോബഡ് ആണ്, ഡൈത്തീക്കസ് ആണ്, ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷൻ എടുത്തു, ടെട്രാഗണൽ സ്ട്രക്ചർ കിട്ടി, 4 സൈഡിൽ മൈക്രോസ്പൊറാഞ്ചിയ. അതുകൊണ്ട് ആന്തറിനെ നമ്മൾ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കും. ടെട്രാ എന്ന് പറഞ്ഞാൽ 4 സ്പൊറാഞ്ചിയ, ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഓരോ മൈക്രോസ്പൊറാഞ്ചിയ 4 കോർണറിൽ ഇരിക്കേണ്ടത് 4 പേരും എന്തായിട്ട് മാറും? പോളൻ സാക്കുകളായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 വോൾ ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറത്തുള്ള എപ്പിഡർമിസ്, വീണ്ടും കയറി എൻഡോതീഷ്യം, വീണ്ടും മിഡിൽ ലെയേഴ്സ്, ഏറ്റവും ഉള്ളിൽ ടപ്പീറ്റം. പുറത്തുള്ള ആൾക്കാരാണ് ഔട്ടർ 3 ലെയേഴ്സ്, പ്രൊട്ടക്ഷൻ ഹെൽപ്പ് ഇൻ ദ ഡെഹിസൻസ് ഓഫ് ആന്തർ ആണ്. ഇന്നർമോസ്റ്റ് ലെയർ ആയ ടപ്പീറ്റം മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണ്, അതാണ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ആന്തർ എങ്ങാവും അതിൻ്റെ കേന്ദ്രഭാഗത്ത് ഒരു കൂട്ടം സെല്ലുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. അതിൽ ഓരോ സെല്ലും ഡെവലപ്പ് ചെയ്തിട്ട് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളൻ മദർ സെൽ ഉണ്ടാവും. ഓരോ മൈക്രോസ്പോർ മദർ സെല്ലും അല്ലെങ്കിൽ ഓരോ പോളൻ മദർ സെല്ലും മിയോസിസിന് പോയിട്ട് 4 എണ്ണത്തിൻ്റെ ഒരു കൂട്ടമായിട്ട് മാറും. അപ്പോൾ അതിനെ ഒന്നെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും അല്ലെങ്കിൽ പോളൻ ടെട്രാഡ് എന്ന് വിളിക്കും. എന്നിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അത് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ആയിട്ട് മാറും. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ വേറെ തന്നെയാണ് മൈക്രോസ്പോർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇപ്പോൾ നമ്മൾ പോളൻ ഗ്രെയിൻ കിട്ടി. ഇനി നമ്മൾ പോളൻ ഗ്രെയിനിലേക്ക് പോകണം. പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ്സ് ദ മെയിൽ ഗ്യാമറ്റോഫൈറ്റ്, നോട്ട് ഗമേറ്റ്, നോട്ട് ദ പോയിന്റ്. പോളൻ ഗ്രെയിൻ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യണേ? മെയിൽ ഗ്യാമറ്റോഫൈറ്റിനെയാണ്, ഗമേറ്റിനെ അല്ല. പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ്സ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ്സ് എ മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. എല്ലാവരും ഓർത്തിരിക്കണേ, പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യണത് മെയിൽ ഗ്യാമറ്റോഫൈറ്റിനെയാണ്, ഗമേറ്റിനെ അല്ല. മെയിൽ ഗമേറ്റ് അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഇനി അടുത്ത പറയുവാണേ, പോളൻ ഗ്രെയിൻസ് ജനറലി എന്ത് ഷേപ്പാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് പറയാം സ്ഫെറിക്കൽ ഷേപ്പാണ്. അത് 2 ലെയേർഡ് സെല്ലാണ്. പോളൻ ഗ്രെയിൻ ജനറലി പല ഷേപ്പിലുണ്ട്, ജനറലി സ്ഫെറിക്കൽ ഷേപ്പാണ്. അതിന് 2 വോൾ ലെയേഴ്സ് ഉണ്ടാവും. ഔട്ടർ ലെയർ കുറച്ച് തിക്കാണ്, അതിനെ വിളിക്കുന്ന പേരാണ് എക്സൈന്. ഇന്നർ ലെയർ തിന്നാണ്, സ്മൂത്ത് കണ്ടിന്യൂസ് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡൈൻ. ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. സിമ്പിളായിട്ട് പഠിക്കാം. നോക്കിക്കോണേ, പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഇതാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അതിന് 2 വോൾ ലെയേഴ്സ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പുറത്തുള്ള ഹാർഡ് ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് എക്സൈന്. ഉള്ളിലുള്ള സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൈന്. ഇനി ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. എന്നാൽ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാടി വീണ് പറയണം സ്പോറോപൊളനിൻ എന്ന് പറയുന്ന കെമിക്കലാണ്. അടുത്ത ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ.
നോക്കിക്കേ, ഒരു പോളൻ ഗ്രെയിൻ ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ആളാണ്. ഹാർഡ് ഔട്ടർ ലെയർ ആണ് എക്സൈൻ, സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ഇന്നർ ലെയർ ആണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റും കൊണ്ടാണെങ്കിൽ എക്സൈന് ഹാർഡ് ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊള്ളനിൻ കൊണ്ടാണ്. ഞാൻ പറയാൻ പോണേ, പോളൻ ഗ്രെയിൻ എക്സൈൻ പ്രോമിനൻ്റ് അപ്പർച്ചേഴ്സ്. ചില സ്ഥലത്ത് എന്തുണ്ടാവും, ചില സ്ഥലത്ത് എക്സൈനിൽ എന്തുണ്ടായിരിക്കും, ഈ സ്പോറോപൊള്ളനിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. ഈ സ്പോറോപൊള്ളനിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചില പോറ് പോലെ കാണപ്പെടും. അതിനെ വിളിക്കുന്ന പേരാണ് ജേം പോർ എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താ ജേം പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോളസ്റ്റ് അപ്പർച്ചേഴ്സ് ഇൻ ദ എക്സൈൻ വേർ സ്പോറോപൊള്ളനിൻ ഈസ് ആബ്സെൻറ്റ്. സ്പോറോപൊള്ളനിൻ ഇല്ലാത്ത ഭാഗങ്ങൾ ചെറിയ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഗ്യാപ്പായിട്ട് നിൽക്കും. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ജേം പോർ എന്നാണ് വിളിക്കുക. ഞാൻ ഒന്നുകൂടി പറയും, പോളൻ ഗ്രെയിൻ മെയിൽ ഗ്യാമേറ്റ് അല്ല, ഗമറ്റോഫൈറ്റ് ആണ്. അത് 2 ലെയർഡ് ആണ്. ഹാർഡ് ഔട്ടർ ലെയർ ആണ് സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്നത്. ഉണ്ടാക്കിയാണ് സ്പോറോപൊള്ളനിൻ കൊണ്ട് ഉണ്ടാക്കിയാണ് എക്സൈൻ എന്ന് പറയുന്നത്. സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് ഇന്നർ ലെയറിനെ ഇൻറ്റൈൻ എന്നാണ് വിളിക്കുക. അത് സെല്ലോസും പെക്റ്റിനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ എക്സൈനിൽ ചില ഭാഗങ്ങളിൽ സ്പോറോപൊള്ളനിൻ ആബ്സെൻ്റ് ആണ്. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ജേം പോസ് എന്നാണ് വിളിക്കുക. ഇനി സ്പോറോപൊള്ളനിൻ്റെ മാത്രം ചില പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ ഞെട്ടിക്കാൻ പോകണം. ഞെട്ടാൻ തയ്യാറായിക്കോളും. ഓൺ യുവർ മാർക്ക്. നോക്കണേ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ. ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും റെസിസ്റ്റൻസ് ഉള്ള ഓർഗാനിക് മെറ്റീരിയലാണ് സ്പോറോപൊള്ളൻ. അതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി. കാരണം പോളൻ ഗ്രെയിൻ അതിൻ്റെ സിഗ്മയിലെത്താൻ പല വഴികളിലൂടെ പോകേണ്ടി വരും. അപ്പോൾ നല്ല ടെമ്പറേച്ചർ ഉള്ളിടത്തൂടെ, ആസിഡ് ഉള്ളിടത്തൂടെ, ആൽക്കലി ഉള്ളിടത്തൂടെ ഒക്കെ പോകുമ്പോൾ ആ പോളൻ ഗ്രെയിൻ നഷ്ടമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ മെയിൽഗമേറ്റ് ചത്തുപോകും. അങ്ങനെ എല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, മെയിൽഗമേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് സ്പോറോപൊള്ളൻ കൊടുത്തിരിക്കുന്നത്. കാരണം സ്പോറോപൊള്ളൻ കൊണ്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പോറോപൊള്ളനെ ഹൈ ടെമ്പറേച്ചറിനെയും സ്ട്രോങ് ആസിഡ്സിനെയും സ്ട്രോങ് ആൽക്കലിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നോ എൻസൈം ക്യാൻ ഡീഗ്രേഡ് ഇറ്റ്. സ്പോറോപൊള്ളനിനെ ഒരു എൻസൈമിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്പോറോപൊള്ളനിൻ. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ച അടുത്ത ചോദ്യമാണ്. പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്പോറോപൊള്ളനിൻ. സ്പോറോപൊള്ളനിൻ ഉണ്ടായതുകൊണ്ടാണ് പോളൻ ഗ്രെയിൻസിനെ ഫോസിലുകളെ പോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സോ 4 പോയിന്റാണ്. സ്പോറോപൊള്ളനിൻ മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്ത് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ആൽക്കലി. നോ എൻസൈം ക്യാൻ ഡീഗ്രേഡ് ഇറ്റ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്നത്. കിട്ടിയോ? എങ്കിൽ ഇനി നമ്മൾ മെയിൽഗമേറ്റ് കിട്ടിയിട്ടില്ല, നമുക്ക് മെയിൽഗമേറ്റാണ് വേണ്ടത്. ഇനി നമ്മൾ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. നോക്കണേ, സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. നോക്കണേ, പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ പോളൻ ഗ്രെയിൻ ഇത് പറയാണ്. ഒരു പോളൻ ഗ്രെയിനിൽ പ്രധാനമായിട്ട് 2 സെല്ലുകൾ ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ സെല്ലിനെ, ലാർജ് സെല്ലുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെല്ല്. ഒരു സ്മോൾ സെല്ലുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെല്ല്. നോക്കണേ, പോളൻ ഗ്രെയിൻ 2 ലെയർഡ് ആണ് നമ്മൾ പറഞ്ഞു. പോരാത്തതിന് കുറച്ച് കഴിയുമ്പോൾ ഈ പോളൻ ഗ്രെയിൻ 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ വലിയ സെല്ലും ഒരു ഇറഗുലർ ന്യൂക്ലിയസ് ഉള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ. എന്നാൽ ചെറിയ സെല്ലുണ്ട്, സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ട്, അത് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റീവ് സെൽ. ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറുക. ശ്രദ്ധിക്കൂ, ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറുക. സോ ഈച്ച് പോളൻ ഗ്രെയിൻ ക്യാൻ ഡൊണേറ്റ് 2 മെയിൽ ഗ്യാമേറ്റ്. ഈച്ച് പോളൻ ഗ്രെയിൻ ക്യാൻ ഡൊണേറ്റ് 2 മെയിൽ ഗ്യാമേറ്റ്. ഓരോ പോളൻ ഗ്രെയിനും 2 മെയിൽ ഗ്യാമേറ്റിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് പോളൻ ഗ്രെയിൻ ക്യാൻ ഡൊണേറ്റ് 2 മെയിൽ ഗ്യാമേറ്റ്. കിട്ടിയോ? ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് മാറുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി. ഇനി പോളൻ ഗ്രെയിനുമായി ബന്ധപ്പെട്ട ചില ചെറിയ കാര്യങ്ങൾ നോക്കണേ. പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിൽ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. പോളൻ ഗ്രെയിൻസ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് പോളൻ ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ പോളൻ ടാബ്ലറ്റ്സും സിറപ്സൊക്കെ ഉപയോഗിക്കുന്നത് ആരാടാ? ഈ അത്ലറ്റ്സ് ഒക്കെ അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോളൻ ടാബ്ലറ്റ്സിൻ്റെ ചിത്രമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഈ പോളൻ അലർജി, പോളൻ ഗ്രെയിൻ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? നമുക്ക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ആസ്മയും ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റിൻ്റെ പേര് ബോർഡ് എക്സാമിന് ചോദിക്കും. പാർത്തീനിയം, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് കാരോട്ട് ഗ്രാസ്. പാർത്തീനിയം അല്ലെങ്കിൽ കാരറ്റ് ഗ്രാസ് അത് ഇന്ത്യയിലെ ഉള്ള പ്ലാന്റ് ഇന്ത്യയിലേക്ക് വന്നതാണ്. അത് ഈ വീറ്റിനെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്ന ഒരു വീറ്റ് പ്ലാന്റ് ആണ് പാർത്തീനിയം അല്ലെങ്കിൽ കാരറ്റ് ഗ്രാസ്. ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള അലർജി ഉണ്ടാവാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് പോളൻ അലർജി. കിട്ടിയോ? ഇനി നമുക്ക് പറയാം. ആയിക്കോണേ, പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് എന്ന് നമ്മൾ പറയണില്ലേ. ഇനി പോളൻ ഗ്രെയിൻസിനെ ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് വയബിലിറ്റി. ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് വയബിലിറ്റി. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോളൻ ട്യൂബ് ഉണ്ടാക്കിയിട്ട് മെയിൽ ഗമേറ്റിൻ്റെ ഉള്ളിലേക്ക് വിടാം. ചില സിറിയൽസ് ആയിട്ടുള്ള നോക്കണേ, ചില സിറിയൽസ് ആയിട്ടുള്ള റൈസിലും വീറ്റിലൊക്കെ പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് 30 മിനിറ്റ്സാണ്. റൈസിലും വീറ്റിലൊക്കെ പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത് 30 മിനിറ്റ് ആണ്. എന്നാൽ ചില റോസേഷ്യ, ലെഗുമിനേഷ്യ, സോളനേഷ്യ പോലെയുള്ള ഫാമിലിയിൽ ആ പോളൻ്റെ വയബിലിറ്റി 30 മന്ത്സ് ഉണ്ടാകും. അഥവാ പോളൻ ഗ്രെയിൻസിന് ചില മാസങ്ങളോളം ജെർമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് പിടിച്ചെടുത്താൻ പറ്റും.
നോക്കിക്കോണേ. ഇനി പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവർ നമ്മൾ പ്രിസർവ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് പോളൻ പ്രിസർവേഷൻ. പോളൻ പ്രിസർവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ ലിക്വിഡ് നൈട്രജനിൽ ഇട്ടേക്കണം. ടെമ്പറേച്ചർ എത്രയാവണം? -196°C ലിക്വിഡ് നൈട്രജൻ എത്തിക്കും. എന്നിട്ട് അതിൽ പോളൻ ഗ്രെയിൻസ് ഇട്ടെത്താൽ അവരുടെ വയബിലിറ്റി നഷ്ടപ്പെടാതെ എത്ര കാലം വേണമെങ്കിലും പോളൻ ഗ്രെയിൻസിന് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് പോളൻ പ്രിസർവേഷൻ. അപ്പോൾ നമുക്ക് മെയിൽ ഗ്യാമേറ്റ് കിട്ടി കുട്ടികളെ. എങ്കിൽ നമ്മൾ രണ്ടാമത്തെ പറയുകയാണ് ഗൈനീഷ്യം. നോക്കിക്കോണം കേട്ടോ. ഗൈനീഷ്യം അപ്പോൾ നമ്മൾ മെയിൽ ഗ്യാമേറ്റ് കിട്ടി. മെയിൽ ഗ്യാമേറ്റ് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് കഴിഞ്ഞു. ഇനി ഓർമ്മയുണ്ടോ? ഈ സാധനം ഓർമ്മയുണ്ടോ? സമ്മറി ഓർമ്മയുണ്ടോ? ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ്, ഗ്യാമറ്റൻസിൽ ഫോർമേഷൻ ഓഫ് മെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കണം. പോയാലോ? ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കാൻ പോയാലോ? വരൂ. ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകണം? ഗൈനീഷ്യത്തിൻ്റെ അടുത്ത് പോകണം. ഗൈനീഷ്യം റെപ്രസെൻറ്റ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. കിട്ടി. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പർ. അതിൻ്റെ മോണോമറിന് ഒന്നെങ്കിൽ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്നല്ലേ വിളിക്കുക. ഇനി നോക്കിക്കോണേ. ഒരു കാർപ്പലിന് 3 ഭാഗങ്ങളാണുള്ളത്. ഇതാണ് സ്റ്റിഗ്മ. ഈ ലോങ് ട്യൂബുലാർ പാർട്ടാണ് സ്റ്റൈല്. അതിൻ്റെ താഴെയാണ് ഓവറി ഇരിക്കുന്നത്. സോ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറിയാണ് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ 3 പാർട്സ് എന്ന് പറയും. ഒരു ഫ്ലവറിൽ ഒരു സിംഗിൾ പിസ്റ്റിൽ മാത്രമുള്ളെങ്കിൽ അതിനെ നമ്മ മോണോ കാർപ്പിലറി എന്നാണ് വിളിക്കുക. കണ്ടോ? ഒരു കാർപ്പലുള്ളെങ്കിൽ, ഒരു ഫ്ലവറിൽ ഒരൊറ്റ കാർപ്പലുള്ളെങ്കിൽ മോണോ കാർപ്പിലറി. എന്നാൽ ഒരു ഫ്ലവറിൽ തന്നെ ഒരുപാട് കാർപ്പലുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി കാർപ്പിലറി എന്നാണ് വിളിക്കുക. മൾട്ടി കാർപ്പിലറി. ഒരൊറ്റ കാർപ്പലാണെങ്കിൽ മോണോ കാർപ്പിലറി. ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി കാർപ്പിലറി എന്നാണ് വിളിക്കുക. ഇനി നോക്കണേ. ദർ ആർ മോർ ദാൻ 1 പിസ്റ്റൽസ് മേ ബി ഫ്യൂസ്ഡ് ടുഗെദർ. പിസ്റ്റൽസ് കുറേ എണ്ണുണ്ട്. അത് ഫ്യൂസ് ചെയ്ത് കിടക്കണ അതിനെ സിങ്കാർപ്പസ് എന്നും, എല്ലാവരും ഫ്രീ ആണെങ്കിൽ അതിനെ അപ്പോകാർപ്പസ് എന്നാണ് വിളിക്കുക. ഇവിടെ ഉണ്ടോ? ഇതൊക്കെ ഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അത് സിങ്കാർപ്പസ് ആണ്. ഇവിടെ കുറേ കാർപ്പൽസ് ഉണ്ട്. മൾട്ടി കാർപ്പലാണ്. പക്ഷേ ഓരോ കാർപ്പലും ഫ്രീ ആണ്. അതുകൊണ്ട് അത് അപ്പോകാർപ്പസ് ആണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഗൈനീഷ്യമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതിൻ്റെ മോണോമർ യൂണിറ്റ് ആണ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. പിസ്റ്റിലിന് 3 പാർട്ടാണുള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി നമ്മൾ പറഞ്ഞു. ഇനി പിസ്റ്റിൽസ് ഒറ്റൊരു പിസ്റ്റിൽ ഒരു ഫ്ലവറിലുണ്ടെങ്കിൽ അതിനെ മോണോ കാർപ്പിലറിക് ഫ്ലവർ എന്നാണ് വിളിക്കുക. ഒരു ഫ്ലവറിൽ തന്നെ ഒരുപാട് പിസ്റ്റിൽസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി കാർപ്പിലറി എന്നാണ് വിളിക്കുക. ഇനി നോക്കിക്കോണേ. മൾട്ടി കാർപ്പിലറിയിൽ കാർപ്പൽസ് ഒക്കെ ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ സിങ് കാർപ്പസ് എന്ന് വിളിക്കും. ഓരോ കാർപ്പലും ഫ്രീ ആണെങ്കിൽ അതിനെ നമ്മൾ അപ്പോ കാർപ്പസ് എന്ന് വിളിക്കും. കിട്ടിയോ? പിസ്റ്റലിന് 3 ഭാഗങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇത് നമ്മൾ പഠിച്ചു. ഇനി ആ ഓവറിയുടെ ഉള്ളിലാണ് പ്ലാസൻഡ. അതിൻ്റെ ഉള്ളിൽ ഓവേറിയൻ ക്യാവിറ്റി ഒക്കെ എന്ന് പറയുന്ന സ്ട്രക്ചറൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഏറ്റവും ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒവ്യൂൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് ഒന്ന് പോകണം. എല്ലാവരും ഒന്ന് വന്നേ. ഏറ്റവും മുകളിൽ ആരാടാ ഉള്ളത്? സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ നിന്ന് ചാടിയ ആരാ? സ്റ്റൈലിൽ നിന്ന് ചാടിയ ആരാ? ഓവറി. ഓവറിയുടെ ഉള്ളിൽ ആരാ? ഒവേറിയൻ ക്യാവിറ്റി. ഒവേറിയൻ ക്യാവിറ്റിൻ്റെ അടുത്താണ് ആരുള്ളത്? പ്ലാസൻഡ. പ്ലാസൻഡയിലേക്ക് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന സ്ട്രക്ചറാണ് ഒവ്യൂൾ എന്ന് പറയുന്നത്. ഒവ്യൂളിനെ വിളിക്കുന്ന വേറെ പേരാണെടാ മെഗാസ്പൊറാഞ്ചിയം എന്നുകൂടി വിളിക്കാറുണ്ട്. മെഗാസ്പൊറാഞ്ചിയം എന്നുകൂടിയാണ് വിളിക്കുക. മെഗാസ്പൊറാഞ്ചിയം എന്നുകൂടി വിളിക്കും. മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കണം നമുക്ക്. ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ഒവ്യൂൾ നമുക്കറിയാം. ഒവ്യൂളിൻ്റെ ഈ ഫേസ്റ്റ് പാർട്ടാണ് എന്ന് നോക്കിക്കോണേ ഫ്യൂണിക്കിൾ എന്നാണ് പറയുക. ബോഡി ഓഫ് ഒവ്യൂളിനെ ഹൈലവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഇനി നമ്മൾ പറയുകയാണ് ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡഗുമെൻസ് എന്നാണ് വിളിക്കുക. ഒവ്യൂളിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡഗുമെൻസ്. പുറത്തുള്ളതിന് ഔട്ടർ ഇൻഡഗുമെൻസ് എന്നും ഉള്ളിലുള്ളതിന് ഇന്നർ ഇൻഡഗുമെൻ്റ് എന്നാണ് വിളിക്കുക. ഒവ്യൂളിൻ്റെ കേന്ദ്ര ഭാഗത്തായിട്ടൊരു കൂട്ടം സെല്ലുകളുണ്ട്. മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂളിൻ്റെ കേന്ദ്ര ഭാഗത്തായിട്ടൊരു കൂട്ടം സെല്ലുകളുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ആ ന്യൂസെല്ലാർ സെല്ലുകളിൽ നിന്നാണ് ആരുണ്ടാവുന്നത്? എംബ്രിയോസാക്ക് ഫോം ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് പഠിക്കണ്ടേ? കാരണം എന്താ? എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉണ്ടാവുക. എഗ്ഗാണ് ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗ് ഉണ്ടാക്കണ എംബ്രിയോസാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ആരും ഞെട്ടരുത്. എംബ്രിയോസാക്ക് പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. അതിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗമേറ്റ് ഉണ്ടാവുക. എംബ്രിയോസാക്കാണ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാവുകയെന്ന് പഠിക്കണ്ടേ? എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. നോക്കിക്കോണേ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഈ ന്യൂസെല്ലാർ സെല്ലുകളുണ്ട്. ഇവിടെ ഒരുപാട് സെല്ലുകൾ ന്യൂസെല്ലാർ സെല്ല്. അതിനൊരു സിംഗിൾ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എ സിംഗിൾ സെല്ല് ഡിഫറൻഷ്യേറ്റഡ് ഫ്രം ദ ന്യൂസെല്ലസ് ആൻഡ് ഇറ്റ് ബിക്കം മെഗാസ്പോർ മദർ സെൽ. എന്നിട്ട് അയാൾ എന്തായിട്ട് മാറൂടാ? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. നോക്കിക്കേ. ന്യൂസെല്ലസിൽ നിന്ന് ഒരു സിംഗിൾ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഈ മെഗാസ്പോർ മദർ സെൽ എന്തിനു പോവും? മിയോസിസിന് പോവും. എന്നിട്ട് 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. അതിൽ 3 മെഗാസ്പോറുകൾ ഡീജനറേറ്റ് ചെയ്യും. ഒരാൾ മാത്രമാണ് ഫങ്ഷണൽ മെഗാസ്പോർ ആയിട്ടുണ്ടാവുക. ഈ ഫങ്ഷണൽ മെഗാസ്പോറാണ് എന്തായിട്ട് മാറുക? എംബ്രിയോസാക്ക് ആയിട്ട് മാറുക. ഫങ്ഷണൽ മെഗാസ്പോറാണ് എന്തായിട്ട് മാറുക? എംബ്രിയോസാക്ക്. സിമ്പിളാണ്.
ഓവ്യൂളിൻ്റെ കേന്ദ്രഭാഗത്ത് ഒരു കൂട്ടം സെല്ലുകളുണ്ട്, അതാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് എന്നൊരു സിംഗിൾ സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് എന്ന പ്രത്യേക സെല്ലായിട്ട് മാറും. അതിനെ വിളിക്കുന്നവർ മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെൽ മിയോസിന് പോയിട്ട് 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. അത് 3 ഡീജനറേറ്റ് ചെയ്യും, ഒരാൾ മാത്രം ഫംഗ്ഷണൽ ആയിരിക്കും. ഫംഗ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോസാക്കായിട്ട് മാറുക. ഇങ്ങനെ മെഗാസ്പോർ മദർ സെല്ലുകൾ മിയോസിസിന് വിധേയമായിട്ട് മെഗാസ്പോർ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ് എന്നാണ് വിളിക്കുക. മെഗാസ്പോറോജെനിസിസ് എന്നാണ് വിളിക്കുക. എന്നാൽ ഈ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരൊറ്റ മെഗാസ്പോർ എന്നാണ് വലിയൊരു എംബ്രിയോസാക്ക് ഉണ്ടാവുന്നത്. ഒരൊറ്റ സ്പോറിൽ നിന്ന് ഒരു വലിയ എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ആ ഡെവലപ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്നാണ് വിളിക്കുക. മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്താ? ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം എവിടെ നിന്നാണ്? ഫ്രം എ സിംഗിൾ മെഗാസ്പോർ. ഒരു സിംഗിൾ മെഗാസ്പോർ വലിയൊരു എംബ്രിയോസാക്കായി മാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ഞാൻ എഴുതുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേട്ട് എഴുതണേ. മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം എ സിംഗിൾ മെഗാസ്പോർ. ഒരു സിംഗിൾ മെഗാസ്പോർ ഡിവലപ്പ് ചെയ്തിട്ട് ഒരു വലിയ എംബ്രിയോസാക്കായി മാറും. കണ്ടോ, ഒരൊറ്റ സ്പോർ ഡിവലപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. കിട്ടിയോ? എങ്കിൽ നമ്മൾ പറയാൻ പോകണേ, നോക്കണേ, ഒരു മെച്വേർഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോസാക്കിൻ്റെ ചിത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എംബ്രിയോസാക്കിൻ്റെ മൈക്രോ പൈലാർ എൻഡാണ് ഇത് കാണുന്നത്, ചലാസൽ എൻഡാണ് ഇത് കാണുന്നത്. അതെങ്ങനെയാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് നടക്കുക വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു സിംഗിൾ മെഗാസ്പോർ ഉണ്ട്. ഈ മെഗാസ്പോർ മൈറ്റോസിന് പോയിട്ട് അത് 2 ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ആ 2 ന്യൂക്ലിയസുകളും 2 പോളാർ റീജിയനിലേക്ക് പോകും. കണ്ടോ, വീണ്ടും ഒരു മൈറ്റോസിസ് നടക്കും. വീണ്ടും ഒരു മൈറ്റോസിസ് നടക്കുമ്പോൾ ഈ ഭാഗത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട്, ഈ ഭാഗത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട്. വീണ്ടും ഒരു മൈറ്റോസിസ് നടക്കുമ്പോൾ ഈ ഭാഗത്തുള്ളത് 2 ഉള്ളത് 4 ആയിട്ട് മാറും, ഈ ഭാഗത്ത് 2 ഉള്ളത് 4 ആയിട്ട് മാറും. അങ്ങനെ ഇപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സെല്ലും 8 ന്യൂക്ലിയസും എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ 8 ന്യൂക്ലിയസ് ആയിക്കഴിഞ്ഞാൽ ഡിവിഷൻ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സെൽവാൾ ഫോർമേഷൻ തുടങ്ങും. എന്നിട്ട് ഞാൻ പറയാൻ പോണേ, ഇവിടെയുള്ള 3 സെല്ലുകൾ സെൽവാളിൻ്റെ കൂടെ കൂടിയിട്ട് അത് ഇവിടെ ആയിട്ട് മാറും. കണ്ടോ, ചലാസൽ എൻഡിലുള്ള 3 സെല്ലുകൾ സെൽവാളിൻ്റെ ഒപ്പം കൂടി ചേർന്നിട്ട് 3 സെല്ലായിട്ട് മാറും. ആ 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. കിട്ടിയോ? എന്നാൽ മൈക്രോബൈലാറൻറ്റിലുള്ള 3 സെല്ലുകൾ സെൽവാളിൻ്റെ ഒപ്പം ന്യൂക്ലിയസിൻ്റെ ഒപ്പം കൂടിയിട്ട് അത് 3 സെല്ലുകളായിട്ട് മാറും. ആ 3 സെല്ലുകളിൽ 2 വിളിക്കുന്ന പേരാണ് സൈനർജിഡ്സ്. വേറൊന്നുണ്ടാവും, അതാണ് എക്സൽ. എക്സലാണ് നമ്മളെ ഫീമെയിൽ ഗമേറ്റ്. ഇവരെ നമ്മൾ 2 പേരെയും കൂട്ടി വിളിക്കുന്ന പേരാടാ എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കണം, എഗ് അപ്പാരറ്റസിൽ എത്ര സെല്ലുകളുണ്ട്? 3. ഏതൊക്കെ? 2 സൈനർജിഡും 1 എക്സെല്ലും. ഇനി ആ പോളൻ ഗ്രെയിൻ നോക്കിക്കോണം, എംബ്രിയോൻ്റെ ഏറ്റവും സെൻട്രൽ വലിയൊരു സെല്ലുണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലിന് 2 ന്യൂക്ലിയസ് ഉണ്ട്, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ എന്നാണ് വിളിക്കുക. ഇനി ഇവിടെ ഒരു സെല്ലുലാർ തിക്നെസ് നിങ്ങൾക്ക് കാണാം, ആ മൈക്രോപൈലാർ എൻഡിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ നോക്കിക്കോണേ, ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസ് സംഭവിച്ചിട്ട് മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ്. ആ മെഗാസ്പോറുകളിൽ 3 ഡീജനറേറ്റ് ചെയ്ത് പോകും, ഒരാൾ മാത്രമായിരിക്കും ഫംഗ്ഷണൽ. ആ ഫംഗ്ഷണൽ മെഗാസ്പോർ എംബ്രിയോസാക്കായി ഡെവലപ്പ് ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. മോണോസ്പോറിക് ഡെവലപ്മെൻറ്റിന് ശേഷം കിട്ടുന്ന എംബ്രിയോ എന്ന് പറയുന്നത് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്ട്രക്ചറാണ്. സെല്ലുകൾ എണ്ണിക്കെ 1 2 3, സെൻട്രൽ സെല്ല് 4 5 6 7 7 സെല്ലുകളാണ്. ന്യൂക്ലിയസ് ചോപ്പ് എണ്ണിക്കെ ന്യൂക്ലിയസുകൾ എണ്ണിക്കെ 1 2 3 4 5 6 7 8. കണ്ടോ, ഒരു 7 സെൽഡ് 8 ന്യൂക്ലിയസ് ആയുള്ള സ്ട്രക്ചറാണ് ആര് എന്ന് പറയുന്നത്? എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മൈക്രോബൈലാറൻറ്റിലുള്ള 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിൽ ഒരു എഗ്ഗും 2 സൈനർജിഡും ഉണ്ടാവുക. ചലാസലൻ്റെ 3 സെല്ലുകൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. സെൻട്രലിൽ വലിയ സെല്ലുണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെല്ല്. സെൻട്രൽ സെല്ലിന് 2 ന്യൂക്ലിയസുകളുണ്ട്, അതാണ് പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഇനി മെഗാസ്പോറോജെനിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ. മെഗാസ്പോർ മദർ സെല്ലിന് മിയോ സംഭവിച്ചിട്ട് മെഗാസ്പോർ ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാടാ മെഗാസ്പോറോജെനിസിസ് എന്നാണ് പറയുന്നത്. കിട്ടിയോ? ഈ ഡയഗ്രമാണ് ഇപ്പോൾ നമ്മളോട് കാണിച്ചത്. കണ്ടോ, ഇതാണ് നമ്മുടെ ആര് എന്ന് പറയുന്നത്? ന്യൂസെല്ലാർ സെല്ലുകൾ എന്ന് പറയുന്നത്. ന്യൂസെല്ലസ് എന്നൊരു സിംഗിൾ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്നു. കണ്ടോ, ആ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്ന സെല്ലിനെ നമ്മൾ മെഗാസ്പോർ മദർ സെൽ എന്ന് വിളിച്ചു. മെഗാസ്പോർ മദർ സെൽ ആദ്യം 2 അതാണ് മെഗാസ്പോർ ഡയാഡ്. പിന്നെ മെഗാസ്പോർ മദർ സെൽ ഉണ്ടോ 4 അതാണ് മെഗാസ്പോർ ടെട്രാഡ്. അതിൽ മെഗാസ്പോർ ടെട്രാഡിൽ ഒരാൾ മാത്രമേ ഫംഗ്ഷണൽ ആയി ഉണ്ടാവുള്ളൂ, അതാണിത്. അത് ന്യൂക്ലിയസിന് പോയിട്ട് 2 പിന്നെ 4 പിന്നെ 8 പിന്നീട് അത് ഈ സ്ട്രക്ചറായിട്ട് മാറി. അങ്ങനെ ഒരു സിംഗിൾ മെഗാസ്പോർ മദർ സെൽ ഒരു മെച്യൂർഡ് എംബ്രിയോസാക്കായി മാറുന്നതിനെ പറയുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ്. കിട്ടിയോ? മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. എങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത് പോളിനേഷൻ ആണ് മക്കളെ. പോളിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണം, പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. മെയിൽ ഗ്യാമേറ്റ് ഉണ്ടായിട്ട് അവിടെ ഇരിക്കും, ആൻഡ്രീഷ്യത്തിൻ്റെ അടുത്തിരിക്കും.
ഫീമെയിൽ ഗമേറ്റ് ഉണ്ടാക്കിയിട്ട് പിസ്റ്റിലിൻ്റെ അവിടെ ആ പിസ്റ്റിലിൻ്റെ ഉള്ളിലിരുന്നു. അക്കരി ഇക്കരി ഇരുന്ന് ആശ തീരുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഒരുമിപ്പിക്കണം. അങ്ങനെ പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്ന് സിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് pollination. വായിച്ചേ, pollination is the transfer of pollen grains from anther to sigma. Pollination is the transfer of pollen grains from anther to sigma. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ സിഗ്മയിലേക്ക് എത്തിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളിനേഷൻ. പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും നോൺ മൊട്ടൈലാണ്. അതുകൊണ്ട് പോളിനേഷൻ ചെയ്യാൻ ചില ആളുകളെ സേവനം ആവശ്യമാണ്. അങ്ങനെ പോളിനേഷന് സഹായിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് പോളിനേറ്റർ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ആദ്യം കൈൻഡ്സ് ഓഫ് പോളിനേഷൻ പഠിക്കണം. ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ആണല്ലേ? പോളിനേഷൻ പ്രധാനമായിട്ട് 3 തരത്തിലാണ് ഉള്ളത്. പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? ഓട്ടോഗമി, ജീട്ടണോഗമി, സീനോഗമി. ഓട്ടോഗമി, ജീട്ടണോഗമി, സീനോഗമി. ഓട്ടോഗമിക്ക് നമുക്ക് സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. സീനോഗമിക്ക് നമുക്ക് വേണമെങ്കിൽ ക്രോസ് പോളിനേഷൻ എന്നും പറയാം. അപ്പോൾ പോളിനേഷൻ 3 തരത്തിൽ: ഓട്ടോഗമി അഥവാ സെൽഫ് പോളിനേഷൻ, ജീട്ടണോഗമി, സീനോഗമി അഥവാ ക്രോസ് പോളിനേഷൻ. എന്താണ് ഓട്ടോഗമി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ ഓഫ് സെയിം ഫ്ലവർ. നോക്കിക്കോണേ, ഇതാണ് ഒരു ഫ്ലവർ എന്ന് വിചാരിക്കുക. ഇതാണ് അതിൻ്റെ സെപ്പല്, ഇതാണ് അതിൻ്റെ പെറ്റല്, ഇതാണ് അതിൻ്റെ ആൻഡ്രീഷ്യം, ഇതാണ് അതിൻ്റെ ഗൈനീഷ്യം. ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിൻ്റെ സിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വീഴുന്നതിനെ പറയുന്ന പേരാണ് ഓട്ടോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഓട്ടോഗമി നടന്ന ജെനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവില്ല. പോരാത്തിന് അതിന് പോളിനേറ്റർ ആവശ്യമില്ല. എന്നാൽ രണ്ടാമത്തത് ജീട്നോഗമി. ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഭാഗത്തൊരു ഫ്ലവർ ഉണ്ട്, ആ പ്ലാന്റിൻ്റെ ഈ ഭാഗത്തൊരു ഫ്ലവർ ഉണ്ട്. ഇത് മെയിൽ ഫ്ലവറും ഇത് ഫീമെയിൽ ഫ്ലവറാണ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ മെയിൽ ഫ്ലവറിൽ നിന്ന് അതേ പ്ലാന്റിൻ്റെ ഫീമെയിൽ ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജീട്നോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. കിട്ടിയോ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. അതിനെ പറയുന്ന പേരാണ് ജീട്നോഗമി. ഇവിടെ ജെനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? പാരന്റ് സെയിം ആണ്. ബാപ്പ മാറുന്നില്ല, പാരന്റ് മാറുന്നില്ല. പക്ഷേ ആര് വേണം? പോളിനേറ്റർ. കാരണം ഫ്ലവർ മാറുന്നതുകൊണ്ട് പോളിനേറ്റർ വേണം. അടുത്താണ് സീനോഗമിക്ക് പറയുന്ന പേരാണ് ക്രോസ് പോളിനേഷൻ എന്നാണ് വിളിക്കുക. നോക്കിക്കേ, ഇതൊരു പ്ലാന്റ്, അതിൻ്റെ ഒരു ഫ്ലവർ, ഇത് വേറെ പ്ലാന്റ്, ഇത് വേറൊരു ഫ്ലവർ. നോക്കണേ, ഒരു പ്ലാന്റിൻ്റെ ഒരു ഫ്ലവറിൽ നിന്നും അടുത്ത പ്ലാന്റിൻ്റെ അടുത്ത ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുക. പാരൻസ് മാറി. അതിനെ പറയുന്ന പേരാണ് ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണടാ? ക്രോസ് പോളിനേഷൻ നടക്കണമെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് വേണം. ക്രോസ് പോളിനേഷൻ നടക്കണമെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് വേണം. അതോടൊപ്പം തന്നെ അവിടെ ജെനറ്റിക്കൽ വേരിയേഷൻ ഉണ്ടാവും നമുക്കറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോക്കണം കേട്ടോ. Cleistogamous and Chasmogamous flowers. Cleistogamous and Chasmogamous flowers. Some plants such as Viola, Oxalis and Commelina produces 2 types of flowers. ചില പ്ലാന്റുകളായുള്ള വയോള, ഓക്സാലിസ്, കോമലീന, ഇവരുടെ പേര് പഠിച്ചേക്കണേ. വയോള, ഓക്സാലിസ്, കോമലീന പോലെയുള്ള പ്ലാന്റുകൾ 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമതാണടാ ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. അതെന്താ? വിച്ച് ഈസ് സിമിലർ ടു അതർ സ്പീഷീസ് വിത്ത് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സിഗ്മ. തുറന്നിരിക്കുന്ന ഫ്ലവേഴ്സാണ്. സാധാ മറ്റ് ഫ്ലവേഴ്സിനെ പോലെ തന്നെ എക്സ്പോസ്ഡ് ആന്തറും എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിഗ്മയൊക്കെ ഉള്ള സാധാ ടൈപ്പ് ഫ്ലവറിനെ പറയുന്ന പേരാണ് ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. എന്നാൽ വയോള, ഓക്സാലിസ്, കോമലീന പോലെയുള്ള പ്ലാന്റുകൾ ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുക. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് ഫ്ലവേഴ്സാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഒരിക്കലും തുറക്കൂല. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും ആന്തറും സിഗ്മയൊക്കെ ഇരിക്കുക. സച്ച് ഫ്ലവേഴ്സ് ആന്തർ ആൻഡ് സിഗ്മ ലൈ വെരി ക്ലോസ് ടു ഈച്ച് അതർ. വളരെ അടുത്തല്ലേ ഉണ്ടാവുക. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഇൻവാരിയബിളി ഓട്ടോഗാമസ്. അവ ഒരിക്കലും തുറക്കൂല. ഇങ്ങനെ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. ഇതാണ് ആന്തർ, ഇതാണ് സിഗ്മ. അപ്പോൾ ആന്തറിന് എപ്പോഴും സിഗ്മയിലേക്ക് തന്നെ പോളൻ ഗ്രെയിൻസ് വീഴുള്ളൂ. അപ്പോൾ അവിടെ ഓട്ടോഗമി മാത്രമേ നടക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാൻ പോണേ. വയോള, ഓക്സാലിസ്, കോമലീന പോലെയുള്ള പ്ലാന്റ്സ് 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമതാണ് ചാസ്മോഗാമസ്. ദീസ് ഫ്ലവേഴ്സ് ആർ സിമിലർ ടു അതർ ഫ്ലവേഴ്സ് വിത്ത് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സിഗ്മ. എന്നാൽ രണ്ടാമതാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ദീസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ എന്നാണ് പറയുക. കാരണം അവരുടെ ആന്തറും സിഗ്മയും വെരി ലൈക്ക് ക്ലോസ് ടു ഈച്ച് അതർ. ദേ ആർ ഇൻവാരിയബിളി ഓട്ടോഗാമസ്. അവർ വേറെ ഒരു പോളിനേഷൻ കാണിക്കില്ല, ഓട്ടോഗാമസ് മാത്രമായിരിക്കും. ഇങ്ങനെ നമുക്ക് പറയാം ഏജൻസ് ഓഫ് പോളിനേഷൻ. ഏജൻസ് ഓഫ് പോളിനേഷൻ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളതടാ. എബയോട്ടിക് ഏജൻറ്റുകളുണ്ട്, ബയോട്ടിക് ഏജൻറ്റുകളുണ്ട്. എന്നാൽ എബയോട്ടിക് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഏജൻറ്റ്സ് ദാറ്റ് ആർ നോൺ ലിവിങ് ആൻഡ് ദേ ഹെൽപ്പ് ഇൻ പോളിനേഷൻ. എബയോട്ടിക് ഏജൻറ്റുകൾ പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. അതിൽ ഒന്നാമത്തതാണടാ വിൻഡ്, രണ്ടാമത്തതാണ് വാട്ടർ എന്ന് പറയുന്നത്. എന്നാൽ ബയോട്ടിക് ഏജൻറ്റിൽ പ്രധാനപ്പെട്ട് ലിവിങ് ഏജൻസ് ആണ് പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ലിവിങ് ഏജൻറ്റ് ഇൻസെക്ട്സ് ആണ്. പിന്നെ ബേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാറ്റ് ഒക്കെ പറയാൻ പറ്റും. ബാറ്റ്, ഇവരൊക്കെയാണ് ബയോട്ടിക് ഏജൻസ് എന്ന് പറയുന്നത്. ഇൻസെക്ട്സ്, ബേർഡ്സ്, ബാറ്റ് പോലെയുള്ള ആളുകളാണ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് പറയാം. നോക്കണം കേട്ടോ.
വിൻഡ് പോളിനേഷനെ പറയുന്ന പേരാണ് ആനിമോഫിലി എന്നൊരു പേരും കൂടിയുണ്ട്. പോളിനേറ്റിംഗ് ഏജന്റ് വിൻഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വിൻഡ് പോളിനേഷൻ. അതിനെ പറയുന്ന വേറെ പേരാണ് ആനിമോഫിലി. വിൻഡ് പോളിനേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ബോർഡ് എക്സാമിന് എഴുതാൻ ചോദിക്കുക. 1, ദേ ആർ യൂണിസെക്ഷൽ ആയിരിക്കും. 2, നൈദർ കളർഡ്, അവർക്ക് കളറും ഉണ്ടാവില്ല നെക്ടറും ഉണ്ടാവില്ല. കളറും നെക്ടറും വേണ്ടത് ബയോട്ടിക് ഏജൻസിനാണ്. അവർ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഇവർക്ക് കളറും ഉണ്ടാവില്ല നെക്ടറും ഉണ്ടാവില്ല. അപ്പോൾ ദേ ഹാവ് നോ കളർ നോ നെക്ടർ. കണ്ടോ, ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ അവർക്ക് ഉണ്ടാവില്ല. ആന്ത്രാൻ സ്റ്റിഗ്മ എക്സ്പോസ്ഡ് പ്രൊജക്ട് ഔട്ട്സൈഡ് ദ ഫ്ലവർ. ആന്ത്രോ സ്റ്റിഗ്മയും ഫ്ലവറിൻ്റെ പുറത്തേക്ക് നിൽക്കണം. അപ്പോഴേ കാറ്റിലൂടെ പോളൻ ഗ്രെയിൻസ് വരുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം, 1, അവർ യൂണിസെക്ഷലാണ്. 2, കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ അവർക്ക് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് സെക്ടറും പ്രൊഡ്യൂസ് ചെയ്യില്ല. ആന്ത്രാൻ സ്റ്റിഗ്മ എക്സ്പോസ്ഡ് വെരി പ്രൊജക്റ്റഡ് ഔട്ട്സൈഡ് ദ ഫ്ലവർ എന്ന് പറയാം. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. ഏതെങ്കിലും ഒരു 4 പഠിച്ചേക്കണേ 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ. 1, പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. പിന്നെ നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്താണ് എക്സ്പോസ്ഡ് ആന്ത്രാൻ സ്റ്റിഗ്മ ഉണ്ടായിരിക്കും. ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് കളർ ആൻഡ് ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. പിന്നെ പോളൻ ഗ്രെയിൻസ് മേ ബി വിങ്ഡ് സ്റ്റിഗ്മ ആൻഡ് ഫെദറി. അവർക്ക് വിങ്ഡ് പോളൻ ഗ്രെയിൻസ് എയറിലൂടെ അങ്ങനെ പോകാൻ വേണ്ടി വിങ്ഡ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവാം. അവരുടെ സ്റ്റിഗ്മ എങ്ങനെയാണ്, ഫെദറിയാണ്, നാര് പോലെയാണ് ഉണ്ടാവും. ഇതാണ് വിൻഡ് പോളിനേഷൻ്റെ പ്രത്യേകത. വിൻഡ് പോളിനേഷൻ പ്രധാനമായിട്ടും കാണിക്കാറുള്ളത് ഗ്രാസസ് ആണ്. രണ്ടാമതാണ് വാട്ടർ പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ലിമിറ്റഡ് ടു 30 ജനറ. കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പോൾ അബയോട്ടിക് ഏജന്റിൽ തന്നെ കൂടുതലും കാണിക്കുക വിൻഡ് പോളിനേഷനാണ്. വാട്ടർ പോളിനേഷൻ വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. എത്ര വെച്ചാൽ 30 ജനറ. മെയിനായിട്ട് ആരാ കാണിക്കുക? മോണോകോട്ടുകളാണ് കാണിക്കുക. വാട്ടർ പ്രധാനമായിട്ടും വാട്ടറിനെ മൂവ് ചെയ്യുന്ന മീഡിയമാണ് പോളൻ ഗ്രെയിൻ മൂവ് ചെയ്യുന്ന മീഡിയമാണ് വാട്ടർ. പോളൻ ഗ്രെയിൻസ് ഇവരുടെ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോങ് ആയിരിക്കും, റിബൺ ലൈക്ക് ആയിരിക്കും, ക്യാരിഡ് പാസീവ്ലി ഇൻസൈഡ് ദ വാട്ടർ. ഈ വാട്ടർ പോളിനേറ്റിംഗ് ഏജൻസിൻ്റെ വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രത്യേകത ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം മ്യൂസിലേജിനസ് കവറിങ്. അവരുടെ പോളൻ ഗ്രെയിൻസിനെ എന്തുണ്ട്, ഒരു മ്യൂസിലേജിനസ് കവറിങ് കൊടുത്തിട്ട് വെറ്റിംഗ് എന്ന് പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാട്ടർ പോളിനേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ആരൊക്കെ? വാലിസ്നേറിയ ഹൈഡ്രില്ല സോസ്റ്റിറ. അതിൽ വാലിസ്നേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിസ്നേറിയ ഹൈഡ്രില്ലയും ഫ്രഷ് വാട്ടർ പ്ലാന്റ് ആണ്. എന്നാൽ സോസ്റ്റിറ എന്ന് പറയുന്നത് ഒരു മെറൈൻ അക്വാട്ടിക് പ്ലാന്റ് ആണ്. എങ്കിൽ ലാസ്റ്റ് ടേം നമുക്ക് നോക്കടാ, ഇൻസെക്ട് പോളിനേഷൻ നോക്കിക്കേ. മെജോറിറ്റി ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ലാർജ് ആണ്, കളർഫുൾ ആണ്, ഫ്രാഗ്രന്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ. ഇതൊക്കെ ഒരു ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? മെജോറിറ്റി ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സും ലാർജ് ആണ്, കളർഫുൾ ആണ്, ഫ്രാഗ്രന്റ് ഉണ്ട്, പിന്നെ അവർക്ക് നെക്ടർ ഉണ്ട് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എഴുതാൻ പറഞ്ഞാൽ ദേ ആർ ലാർജ്, ദേ ആർ കളർഫുൾ, ദേ ഹാവ് ഫ്രാഗ്രൻസ് ആൻഡ് ദേ ആർ റിച്ച് ഇൻ നെക്ടർ. ആ ഫ്ലവേഴ്സ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഇൻസെക്ട്സിനെ കാണാൻ വേണ്ടി ആ ഫ്ലവേഴ്സ് കൂടി ചേർന്നിട്ട് അത് എന്തായിട്ട് മാറും? ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് മാറും. ചെറിയ ഫ്ലവറാണ് അതിനുള്ളതെങ്കിൽ അത് കാണൂല വിചാരിച്ചിട്ട്, ഇൻസെക്ട് കണ്ടില്ലെങ്കിൽ വിചാരിച്ചിട്ട് ആ ഫ്ലവേഴ്സ് ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് വെക്കും. അപ്പോൾ പോളിനേറ്റർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഫ്ലവേഴ്സ് ആർ പോളിനേറ്റഡ് ബൈ ഫ്ലൈസ്, ബീറ്റ് ആൻഡ് സെക്യൂർഡ് ഫോൾസ് അട്രാക്ട് ആനിമൽസ്. ഫ്ലൈസും ബീസും ഒക്കെ ഉണ്ടാവാം. അവർ അട്രാക്ട് ചെയ്യാൻ ഒന്നെങ്കിൽ നെക്ടർ അല്ലെങ്കിൽ ഫോൾ ഓർഡേഴ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നോക്കണേ, ഇൻ സം സ്പീഷീസ് ഫ്ലോറൽ റിവാർഡ്സ് പ്രൊവൈഡ് സേഫ് പ്ലേസ് ടു ലേക്ക്. ഒരു ഫ്ലവർ അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റിന് എന്താണോ കൊടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ഫ്ലോറൽ റിവാർഡ് എന്നാണ് പറയാം. ശരിക്കും ശ്രദ്ധിക്കടാ, ഒരു ഫ്ലവർ അതിൻ്റെ പോളൻ ഗ്രെയിൻ എടുത്ത് കൊണ്ടുപോകാൻ വരുന്ന പോളിനേറ്റർക്ക് എന്താണോ റിവാർഡായിട്ട് കൊടുക്കുന്നത്, പോളൻ ഗ്രെയിൻ കൊണ്ടുപോകുന്നതിന് റിവാർഡായിട്ട് എന്താണോ കൊടുക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ഫ്ലോറൽ റിവാർഡ് എന്ന് പറയാം. സാധാരണ ഫ്ലോറൽ റിവാർഡായിട്ട് കൊടുക്കാറുള്ളത് നെക്ടറാണ്. എല്ലാ പ്ലാന്റിലും അങ്ങനെയല്ല. ചില പ്ലാന്റുകളിൽ ഫ്ലോറൽ റിവാർഡായിട്ട് കൊടുക്കാറുള്ളത് പോളിനേഷന് സഹായിക്കുന്ന പോളൻ ഗ്രെയിനിനെ എഗ് ലേ ചെയ്യാനുള്ള സേഫ് പ്ലേസ് ആണ്. അത്തരത്തിലുള്ളൊരു പ്ലാന്റാണ് ടോളസ്റ്റ് ഫ്ലവർ എന്ന് പറയുന്ന അമോർഫോഫാലസ്. നമ്മുടെ ചേന എന്ന് പറയുന്നത് അമോർഫോഫാലസ് ആണ് ഏറ്റവും ടോളസ്റ്റ് ഫ്ലവർ എന്ന് പറയുന്നത്. അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് നെക്ടർ കൊടുക്കാനില്ല. അപ്പോൾ അതെന്താ ചെയ്യുക? മുട്ടയിടാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കും. സോ നോക്കണം, ഇൻ സം സ്പീഷീസ് ഫ്ലോറൽ റിവാർഡ് ആർ പ്രൊവൈഡിങ് സേഫ് പ്ലേസ് ടു ലേക്ക് ടോളസ്റ്റ് ഫ്ലവർ ഓഫ് അമോർഫോഫാലസ്. ഇനി അതേപോലെ തന്നെ പറയണേ, എ സിമിലർ റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ സ്പീഷീസ് ഓഫ് മോത്ത് ആൻഡ് യൂക്ക പ്ലാന്റ്. ഇത് ചോദിക്കുന്നതാണ് കേട്ടോ. മോത്തും യൂക്ക പ്ലാന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇങ്ങനെ തന്നെയാണ്. മോത്ത് എന്ന് പറഞ്ഞാൽ നിശാശലഭം, രാത്രി ഉണ്ടാവണേ. യൂക്ക പ്ലാന്റിൻ്റെ ഡോക്യൂളിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് മോത്ത് മുട്ടയിടുക. ആ മോത്ത് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കാൽമതിൻ്റെ പോളൻ ഗ്രെയിൻസ് കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. കിട്ടിയോ? എങ്കിൽ നമ്മൾ അടുത്ത് പറയാൻ പോണേ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. സെൽഫ് പോളിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി പ്ലാന്റ് കാണിക്കുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്നാണ് പറയാം. റെഡിയാണോ? ഇനി നമുക്ക് പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ ആണ് പറയാനുള്ളത്. എങ്കിൽ നോക്കും മക്കളെ, നമ്മൾ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പോളൻ ഗ്രെയിൻ ഒരു 2 സെൽഡ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, ജനറേറ്റീവ് സെല്ലുണ്ട്. അതിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 മിൽഗമേറ്റ് ആയിട്ട് മാറുക. അപ്പോൾ പോളൻ ഗ്രെയിൻസ് 2 സെൽഡ് സ്റ്റേജിലും ഷെഡ് ചെയ്യാം, 3 സെൽഡ് സ്റ്റേജിലും ഷെഡ് ചെയ്യാം. 2 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാടാ? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാടാ? വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗമേറ്റ്. ഇതാണ് പോളൻ ഗ്രെയിൻ്റെ 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്.
പോളൻ ഗെയിൻസ് ആർ ഷെഡ് അറ്റ് 2 celled സ്റ്റേജ്. കൂടുതൽ ആളുകളും 2 celled സ്റ്റേജിലാണ് പോളൻ ഗെയിൻസ് ഷെഡ് ചെയ്യുക. 60% ഓഫ് പ്ലാന്റ്സും. സച്ച് പ്ലാന്റ്സിൽ ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് ആൻഡ് ഫോംസ് 2 മെയിൽ ഗമേറ്റ്. ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് എന്താവണം? 2 മെയിൽ ഗമേറ്റ് ആവണം. ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വീണ് കഴിഞ്ഞാൽ സ്റ്റിഗ്മ അതിന് എന്ത് ചെയ്യും? സ്റ്റിഗ്മ ചെക്സ് ദ വെദർ ദ പോളൻ ഗ്രെയിൻ ഈസ് റൈറ്റ് ടൈപ്പ് ഓർ റോങ് ടൈപ്പ്. അതായത് പോളൻ ഗ്രെയിൻ അതിന് വേണ്ടതാണോ, അതിൻ്റെ വേണ്ട റൈറ്റ് ടൈപ്പ് ആണോ, അതിന് വേണ്ടാത്ത റോങ് ടൈപ്പ് ആണോ നോക്കും. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ടൈപ്പ് സ്റ്റിഗ്മ ആക്സെപ്റ്റ് ഇറ്റ്. ഇഫ് ഇറ്റ് ഈസ് റോങ് ടൈപ്പ് സ്റ്റിഗ്മ റിജക്റ്റ് ഇറ്റ്. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ടൈപ്പ് ആണ് അത് ആക്സെപ്റ്റ് ചെയ്യും, റോങ് ടൈപ്പ് ആണ് അത് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് അത് റൈറ്റ് ടൈപ്പ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മേന്ന് സ്റ്റൈലിലേക്ക് വളരുന്ന സമയത്താണ് ആ 2 celled കണ്ടീഷനിലുള്ള ജനറേറ്റീവ് സെൽ ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമേറ്റുകളായിട്ട് മാറും. പ്ലാന്റ്സ് ഷെഡ് പോളൻ ഗ്രെയിൻസ് ഇൻ 3 celled കണ്ടീഷൻ. പോളൻ ട്യൂബ്സ് ക്യാരി 2 മെയിൽ ഗമേറ്റ്സ് ഫോർ ദ ബിഗിനിങ് തന്നെ. അതെന്താ? 3 celled സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻ വീഴണമെങ്കിൽ അതിൽ ഓൾറെഡി ജനറേറ്റീവ് സെൽ 2 മെയിൽ ഗമേറ്റ് ആയി മാറിയില്ലേ? അപ്പോൾ പിന്നെ സ്റ്റൈലിലേക്ക് വളരുമ്പോൾ തന്നെ പോളൻ ട്യൂബ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിക്കോളും. കിട്ടിയോ? എങ്കിൽ നമ്മൾ അടുത്ത് പറയാൻ പോണ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. എല്ലാവരും നോക്കണം കേട്ടോ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇറ്റ് ഈസ് എ മേജർ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അതിൽ പ്രധാനമായിട്ട് 2 പരിപാടി ഉണ്ടാവുക. ഒന്നാമതാണ് ഇമാസ്കുലേഷൻ, രണ്ടാമതാണ് ബാഗിങ്. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം റിമൂവൽ ഓഫ് ആന്തർ. എല്ലാവരും ഒന്ന് പറഞ്ഞ് റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ. ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തറിനെ റിമൂവ് ചെയ്യണ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ ഈസ് എ റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ. ഇതാണ് ഫ്ലോറൽ ബഡ് എന്ന് വിചാരിക്കുക. ആ ബഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിന് ആന്തറിനെ റിമൂവ് ചെയ്യും. ഇപ്പോൾ ആന്തർ ഇതിൽ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അത് യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ ആവില്ലേ? ആ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ നമ്മൾ എന്ത് ചെയ്യും? ബാഗ് ചെയ്യും. എന്താ? ദ ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ആർ ബാഗ്ഡ് വിത്ത് സ്യൂട്ടബിൾ ബാഗ്. ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ആർ കവേർഡ് വിത്ത് സ്യൂട്ടബിൾ ബാഗ് കൊണ്ട് കവർ ചെയ്യണതിനെ പറയുന്ന പേരാണ് ബാഗിങ്. കിട്ടിയോ? അപ്പോൾ ഇമാസ്കുലേഷൻ ചെയ്യും, ബാഗിങ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിഗ്മക്ക് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബാഗ് റിമൂവ് ചെയ്തിട്ട് ഡിസൈഡ് പോളൻ ഗ്രെയിൻസിനെ ഇവിടെ ഡസ്റ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും റീബാഗ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇമാസ്കുലേഷൻ ഉണ്ട്, ബാഗിങ് ഉണ്ട്. 4 സ്റ്റെപ്പായിട്ടാണ് പറയാം. ഒന്നാമത്താണ് മക്കളെ ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആന്തറിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ആ സ്റ്റിഗ്മനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുക. അതാണ് ബാഗിങ് എന്ന് പറയുന്നത്. ബാഗിങ് എന്തെങ്കിലും മെച്ചുവർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ പോളൻ ഗ്രെയിൻസ് ഇട്ട് കൊടുക്കണം. അതിനെ പറയുന്ന പേരാണ് പോളിനേഷൻ. പിന്നെ വേറെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ റീബാഗിങ് ചെയ്യണം. റീബാഗിങ് അങ്ങനെയാണ് പറയാം. 4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഇമാസ്കുലേഷൻ, ബാഗിങ്, ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ് തീർന്നു. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലേക്ക് പോകാം. ആൻജിയോസ്പേമിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് നമുക്കറിയാം? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നറിയാം. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 ഫ്യൂഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഫ്യൂഷൻ ഏതാണ്? എല്ലാവരും പറഞ്ഞേ സിംഗമി. രണ്ടാമത്തെ ഫ്യൂഷൻ എന്താടാ വിളിക്കുക? ട്രിപ്പിൾ ഫ്യൂഷൻ എന്നല്ലേ പറയാം. സിംഗമി എന്ന് പറഞ്ഞാൽ എന്താടാ? ഫസ്റ്റ് മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് സിംഗമി. എന്നാൽ സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് പോളാർ ന്യൂക്ലിയയുമായി കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. എല്ലാവർക്കും അറിയുന്നതാണ്. സിംഗമി മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് ഫീമെയിൽ ഗ്യാമേറ്റ് ടു ഫോം സൈഗോട്ട്. ഇനി നോക്കണേ, മെയിൽ ഗ്യാമേറ്റ് N ആണ്, ഫീമെയിൽ ഗ്യാമേറ്റ് N ആണ്, അതുകൊണ്ട് സൈഗോട്ട് 2N ആണ്. മെയിൽ ഗ്യാമേറ്റ് N ആണ്, പോളാർ ന്യൂക്ലിയസ് 2N ആണ്, അതുകൊണ്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് 3N ആണ്. കണ്ടോ? ഈ 2 ഫ്യൂഷനും ഒരേ സമയം എംബ്രിയോസാക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാടാ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഇൻ embryosac of angiosperms 2 simultaneous fusions are takes place such as syngamy and triple fusion. So these 2 fusions togetherly known as double fertilization. കിട്ടിയോ? അതിൽ ഒന്നാമത്തെ ഏതാടാ? സിംഗമി. മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് egg cell to form zygote. Second male gamete fuses with the polar nuclei to form primary endosperm nucleus. This fusion is known as triple fusion. കിട്ടിയോ? അപ്പോൾ നമ്മളത് പറഞ്ഞു. ഇതാണ് പറഞ്ഞത്. വൺ ഓഫ് ദ മെയിൽ ഗ്യാമേറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്. ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന സംഭവങ്ങളെ വിളിക്കുന്ന പേരല്ലേ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ പോളാർ ന്യൂക്ലിയർ ചേഞ്ച് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ എക്സെൽ എന്താണ് സംഭവിക്കുക? എക്സെൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടാവും, അത് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും. ഒവ്യൂൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ന്യൂസെല്ലസ് ബാക്കി ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? പെരിസ്പേം ആയിട്ട് മാറും. ന്യൂസെല്ലസ് എങ്ങാനും അവിടെ ബാക്കി ഉണ്ടെങ്കിൽ അത് സീഡായി മാറുന്ന സമയത്ത് ന്യൂസെല്ലസ് എന്തായിട്ട് മാറും? പെരിസ്പേം ആയിട്ട് മാറും. ഇൻഡഗുമെൻസ്, ഒവ്യൂളിൻ്റെ ഇൻഡഗുമെൻസ് എന്തായിട്ട് മാറും? സീഡ് കോട്ടായിട്ടാണ് മാറും. കിട്ടിയോ? ഇനി നമുക്ക് എൻഡോസ്പേം പറയാം. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് പ്രസീഡ്സ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്.
എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ മുന്നെയാണ് നടക്കുക. എന്നാൽ എന്തേ ഉള്ളൂ, എംബ്രിയോക്ക് തിന്നാൻ ആവശ്യമായ ഫുഡല്ല എൻഡോസ്പേം. അപ്പോൾ ആദ്യം എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടന്നിട്ടാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുക. പ്രൈമറി എൻഡോസ്പേം ഡിവൈഡ് ട്രിപ്ലോയിഡ് എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇവരുടെ എൻഡോസ്പേം എന്ന് പറയുന്നത് 3 ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുക, ട്രിപ്ലോയിഡ് ആണ്. അഥവാ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ്. അതുകൊണ്ട് ഇവരുടെ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്. ഇനി നമുക്ക് പറയാം 2 തരം എൻഡോസ്പേമുകളാണ് ഇവർ കാണിക്കുക. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഇവർ കാണിക്കാറുണ്ട്. നോക്കിക്കോണേ, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ട്, അതുപോലെ തന്നെ സെല്ലുലാർ എൻഡോസ്പേം ഉണ്ട്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ട്, സെല്ലുലാർ എൻഡോസ്പേം ഉണ്ട്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന് ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളോട് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെഴുതാം? ടെൻഡർ കോക്കനട്ട് വാട്ടർ അല്ലേ, കരിക്കിൻ വെള്ളം ഒരു ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. എന്നാൽ അതിൻ്റെ വൈറ്റ് കേണൽ, കരിക്കിൻ്റെ വൈറ്റ് കേണൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സെല്ലുലാർ എൻഡോസ്പേം ആണ്. അപ്പോൾ നിങ്ങളോട് ഇത്രയാണ് ചോദിക്കുള്ളൂ. ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടറി റീജിയൻ എന്താണ്, അതിൻ്റെ വൈറ്റ് കേണൽ എന്താണ്? അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ വാട്ടറി റീജിയൻ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്, അതിൻ്റെ വൈറ്റ് കേണൽ എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പേം ആണ്. അപ്പോൾ നമ്മുടെ എൻഡോസ്പേമിൻ്റെ കാര്യമാണ്. ഇനി അടുത്തത് എംബ്രിയോ. സൈഗോട്ട് ചേഞ്ച് ചെയ്തിട്ടാണല്ലോ എംബ്രിയോ ആയിട്ട് മാറുക. സൈഗോട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുക. എംബ്രിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ്. എക്സെല്ലും ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. എക്സെല്ലിനെ മെയിൽ ഗാമേറ്റുമായി കൂട്ടിച്ചേർത്ത് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫസ്റ്റ് ഫ്യൂഷൻ ആയിട്ടുള്ള സിംഗമി നടന്ന സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുക. എംബ്രിയോ എവിടെയാണ് ഡെവലപ്പ് ചെയ്യാൻ ചോദിച്ചാൽ മൈക്രോപൈലാർ എൻഡിലാണ് എംബ്രിയോ സാക്കിൻ്റെ എന്ന് പറയാം. കാരണം അവിടെയാണ് സൈഗോട്ട് ഇരിക്കുന്നത്. എഗ് ഇരിക്കുന്നത് എവിടെയാണ്? മൈക്രോപൈലാർ എൻഡിൽ. അപ്പോൾ അവിടെ വന്നിട്ട് മെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യുക. അപ്പോൾ സൈഗോട്ട് ഇരിക്കുന്ന മൈക്രോപൈലാർ എൻഡിലാണ്. ആ സൈഗോട്ടാണ് എംബ്രിയോ. അപ്പോൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുക മൈക്രോപൈലാർ എൻഡ് ഓഫ് ദ ഓവ്യൂളാണ്. ഇനി പറയാൻ വേണ്ടോ, സൈഗോട്ട് 4 ഘട്ടങ്ങളായിട്ട് വളരുക. ആദ്യം ഉണ്ടാവണതിനെ പറയുന്ന പേരാണ് പ്രോ എംബ്രിയോ, പിന്നീട് അത് ഗ്ലോബുലാർ എംബ്രിയോ, പിന്നീട് അത് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോവും, പിന്നീട് അത് മെച്യൂർഡ് എംബ്രിയോ ആയിട്ട് മാറും. നോക്കിയേ, ഇവിടുന്ന് ചോദിക്കാറുണ്ട് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിലെ 4 സ്റ്റേജസ്. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചേ. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്യൂർഡ് എംബ്രിയോ. ഈ ചിത്രം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് പ്രോ എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതാണ് ഗ്ലോബുലാർ എംബ്രിയോ, ഇതാണ് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. കണ്ടോ, നമ്മളിങ്ങനെ കാണിക്കില്ലേ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ഇതാണ് മെച്യൂർഡ് എംബ്രിയോ. എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റുള്ള സ്റ്റേജിൽ 2 തരം എംബ്രിയോകളാണുള്ളത്. ഡൈക്കോട്ട് എംബ്രിയോയും ഉണ്ട്, മോണോകോട്ട് എംബ്രിയോ ഉണ്ട്. ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ 2 കോട്ടിലിഡൻ ഉണ്ടായിരിക്കും. ഇതാണ് ഒരു കോട്ടിലിഡൻ, ഇതാണ് രണ്ടാമത്തെ കോട്ടിലിഡൻ. 2 കോട്ടിലിഡനുള്ള എംബ്രിയോ ഉള്ള സീഡാണെങ്കിൽ അതിനെ ഡൈക്കോട്ട് എംബ്രിയോ എന്ന് പറയും. എന്നാൽ ഒരു സിംഗിൾ ലാർജ് കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോണോകോട്ട് എംബ്രിയോ എന്ന് വിളിക്കും. ഈ മോണോകോട്ട് എംബ്രിയോയുടെ ലാർജ് കോട്ടിലിഡനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. ഗ്രാസസ് ഒക്കെയാണത്. മോണോകോട്ടിലല്ല ഈ ഗ്രാസസിലൊക്കെ കാണപ്പെടുന്ന ലാർജ് ഷീൽഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു കോട്ടിലിഡൻ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം എന്നാണ് വിളിക്കുക. കിട്ടിയോ? എങ്കിൽ നമ്മൾ സീഡിലേക്ക് പോകണം. എംബ്രിയോ കഴിഞ്ഞാൽ ഒവ്യൂൾ സീഡാണ്. ആൻജിയോസ്പേമിൽ സീഡ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻജിയോസ്പേമിൽ സീഡ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. സീഡിന് പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. സീഡിൻ്റെ പുറത്തൊരു സീഡ് കോട്ട് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിലിഡൻ ഉണ്ടാകും, അതിനൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും. കോട്ടിലിഡനിൽ എന്താ ഉണ്ടാവുക? റിസർവ് ഫുഡാണ് ഉണ്ടാവുക. എംബ്രിയോണൽ ആക്സിസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് റാഡിക്കൽ അറൈസ് ചെയ്യും, മറ്റേ ഭാഗത്ത് നിന്ന് പ്ലമ്യൂൾ അറൈസ് ചെയ്യും. റാഡിക്കലാണ് റൂട്ടായിട്ട് മാറും, പ്ലമ്യൂൾ ഷൂട്ടുമായിട്ട് മാറും. കിട്ടിയോ? ഇനി ബ്ലാക്ക് പെപ്പർ, ബീറ്റ് പോലെയുള്ള ആളുകൾ ന്യൂസെല്ലസിർ പെർസിസ്റ്റൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. അപ്പോൾ നമ്മൾ പറഞ്ഞു പെരിസ്പേം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റെസിഡ്യുവൽ ബോഡി ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന ന്യൂസെല്ലസ് ഒരു റെസിഡ്യുവൽ ബോഡി ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം. പെരിസ്പേം കാണുന്നത് ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലുമാണ്. ഇനി സീഡുകൾ 2 തരത്തിലാണുള്ളത്. ആൽബുമിനസ് സീഡുകളുണ്ട്, നോൺ ആൽബുമിനസ് സീഡുകളുണ്ട്. ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോസ്പേം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഫോർ ദ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എംബ്രിയോക്ക് തിന്നാൻ ആവശ്യമായ ഫുഡാണല്ലോ എൻഡോസ്പേം. പക്ഷെ ഒരു എംബ്രിയോ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടും അതിൽ ഇച്ചിരി എൻഡോസ്പേം ബാക്കി ഉണ്ടെങ്കിൽ ആ സീഡിനെ പറയുന്ന പേരാണ് ആൽബുമിനസ് സീഡ്. എന്നാൽ മറ്റു ചില സീഡുകൾ എന്ത് ചെയ്യും? അവർ കംപ്ലീറ്റ്ലി എൻഡോസ്പേം ഈസ് യൂസ്ഡ് ഫോർ ദിയർ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അവരുടെ എംബ്രിയോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഡോസ്പേമിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരാണ് അവരുടെ സീഡിൽ എന്തുണ്ടാവില്ല, എൻഡോസ്പേം ബാക്കി ഉണ്ടാവില്ല. അതാണ് നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസ്പേം ഈസ് പ്രസൻറ്റ് ഇൻ ദ സീഡ് ആഫ്റ്റർ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ അത് ആൽബുമിനസ് സീഡുകളാണ്. എന്നാൽ എൻഡോസ്പേം ഈസ് ആബ്സെൻറ്റ്, നോക്കിക്കോണേ, എൻഡോസ്പേം ഈസ് ആബ്സെൻറ്റ് ആഫ്റ്റർ ദ എംബ്രിയോ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ നോൺ ആൽബുമിനസ് ആണ്. നോക്കിയേ, വായിച്ചു നോക്കിയേ. ആൽബുമിനസ് സീഡ്സ് ആർ വിച്ച് റീറ്റെയിൻ എ പാർട്ട് ഓഫ് എൻഡോസ്പേം. കണ്ടോ, അപ്പോൾ അവിടെ എൻഡോസ്പേമിൻ്റെ ഒരു പാർട്ട് അവിടെ ഉണ്ടാവും എംബ്രിയോ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാലും. നോക്കിക്കോണേ, വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ, ഇതാണ് ഒരു എക്സാമ്പിൾ. എന്നാൽ നോൺ ആൽബുമിനസ് സീഡ്സ് ഹാവ് നോ റെസിഡ്യുവൽ എൻഡോസ്പേം. എൻഡോസ്പേം ഉണ്ടാവില്ല. എംബ്രിയോ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് കൺസ്യൂം ചെയ്ത് പോയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. എക്സാമ്പിളാണ് പീയും ഗ്രൗണ്ട് നട്ടും. പഠിച്ചേക്കണേ. ഇനി നോക്കിക്കോളൂ, സീഡ് ഡോർമൻസി എന്നാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ സീഡ് മെച്ചുർ ആകുമ്പോൾ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് സീഡ് റിലേറ്റീവ്ലി ഡ്രൈ ആവും. സീഡ് മെച്ചുറായി മാറുമ്പോൾ അതിനുള്ള വാട്ടർ കണ്ടന്റ് കുറച്ചിട്ട് സീഡ് ഡ്രൈ ആയിട്ട് മാറും. ദ ജനറൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഓഫ് ദ എംബ്രിയോ സ്ലോ ഡൗൺ ചെയ്യും. സീഡിൻ്റെ ഉള്ളിൽ ആരായിരിക്കണം? എംബ്രിയോ ഇരിക്കുന്നത്.
ആ സീഡിൻ്റെ ഉള്ളിലെ വാട്ടർ ആക്ടിവിറ്റി വാട്ടർ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? അതിൻ്റെ ഉള്ളിലെ മെറ്റബോളിക് റേറ്റ് കുറയുമ്പോൾ എംബ്രിയോൻ്റെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും. ദിസ് എംബ്രിയോ എൻ്റർ ഇൻ ടു സ്റ്റേറ്റ് ഓഫ് ഇനാക്റ്റീവ് കാൾഡ് ഡോർമൻസി. അതായത് ഒരു അൺഫേവറബിൾ കണ്ടീഷനിൽ ഒരു സീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീഡ് അതിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സീഡിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് കുറച്ചിട്ട് എംബ്രിയോയുടെ മെറ്റബോളിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്തിരിക്കുന്ന ആ കാലയളവിനെ ഇനാക്റ്റീവായിട്ട് സീഡ് ഇരിക്കുന്ന ആ കാലത്തെ പറയുന്ന പേരാണ് സീഡ് ഡോർമൻസി. കിട്ടിയോ? ഇനി ആ സീഡിന് എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ അവൈലബിൾ ആവുന്നത് അപ്പോൾ അഡിക്വേറ്റ് മോയ്സ്ചർ ഓക്സിജനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സീഡ് ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇനാക്റ്റീവ് ഓർ റസ്റ്റിംഗ് പീരീഡ് ഓഫ് സീഡ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ഈസ് നോൺ ആസ് സീഡ് ഡോർമൻസി. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫ്രൂട്ട് നോക്കണേ, പ്ലാന്റ്സിൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓവറിൽ നിന്നാണ്. ഇനി നമ്മൾ പറയണേ ദ വോൾ ഓഫ് ഓവറി ഫ്രൂട്ടായി മാറുമ്പോൾ ഓവറിയുടെ മോള് ഫ്രൂട്ട് വാളായിട്ട് മാറും. അതിനെ പറയുന്ന പേരാണ് പെരികാർപ്പ്. മാറരുത്. ഓവറി ഫ്രൂട്ടായി മാറുമ്പോൾ ഓവറി വാൾ ഫ്രൂട്ട് വാളായിട്ട് മാറും. ആ ഫ്രൂട്ട് വാളിനെ പറയുന്ന പേരാണ് പെരികാർപ്പ്. ഇനി പറയാൻ പോണോ അതിൻ്റെ ഒക്കെകളും. എന്നാലും കൂടുതൽ ഫ്രൂട്ട്സും ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിൽ നിന്ന് മാത്രമാണ്. അത്തരം ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരാണ് ട്രൂ ഫ്രൂട്ട്. ഇഫ് എ ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം ഓവറി ഇറ്റ് സെൽഫ്, അതാണ് ട്രൂ ഫ്രൂട്ട്. തക്കാളി, മാംഗോ, ടൊമാറ്റോ, മാംഗോ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇഫ് എ ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് ഓൺലി ഫ്രം ഓവറി ആണെങ്കിൽ അതാണ് ട്രൂ ഫ്രൂട്ട്. എന്നാൽ ഇൻ സം സ്പീഷീസിൽ എന്താ പറ്റുക? തലാമസ് കോൺട്രിബ്യൂട്ട് ടു ഫ്രൂട്ട് ഫോർമേഷൻ. ഓവറിയുടെ കൂടെ തലാമസും കൂടിയും ഫ്രൂട്ട് ഫോർമേഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത്തരം ഫ്രൂട്ടുകളെ ഫാൾസ് ഫ്രൂട്ട് എന്നാണ് വിളിക്കുക. ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ. ഇത്രയുള്ളൂടെ ഞാൻ പറഞ്ഞിട്ട്. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുക. ഓവറി ഫ്രൂട്ടായി മാറുമ്പോൾ ഓവറി വാൾ ഫ്രൂട്ട് വാളായിട്ട് മാറും. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ പറയണേ, ഓവറി മാത്രമാണ് ഫ്രൂട്ട് ആവുന്നതെങ്കിൽ ട്രൂ ഫ്രൂട്ട്, മാംഗോ. ഓവറിയുടെ കൂടെ തലാമസും കൂടി ഫ്രൂട്ട് ഫോർമേഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഫാൾസ് ഫ്രൂട്ടാണ്. ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിളാണ് കാഷ്യൂ, അതുപോലെ തന്നെ സ്ട്രോബെറി, അതുപോലെ തന്നെ ആപ്പിൾ. കിട്ടിയോ? ഇനി നോക്കിക്കോണേ, ആപ്പിൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ഇതിൻ്റെ ഈ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ തലാമസാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഭാഗമാണ് ഈ ഓവറി എന്ന് പറയുന്നത്. കണ്ടോ? ഒവ്യൂൾ എന്ന് പറയുന്നത്. നോക്കണേ, ഒവ്യൂൾ നോക്കണേ, തലാമസ് ആണ്. ഈ സാധനമാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ ഒവ്യൂളാണ് സീഡായി മാറുന്നത്. കണ്ടോ? സീഡ് ഉള്ളിലുള്ളത് കിട്ടി. തലാമസ്, സ്ട്രോബെറി ഒക്കെ മനസ്സിലായി. ഇനി അടുത്താണ് പറയാൻ പോണത്. ഇൻ മോസ്റ്റ് സ്പീഷീസ്, കൂടുതൽ സ്പീഷീസിലോ ഫ്രൂട്ട് റിസൾട്ട്സ് ഇൻ ദ ഫെർട്ടിലൈസേഷൻ. ഫ്രൂട്ട്സ് ആർ ദ റിസൾട്ട്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഫ്രൂട്ടാണ് ഉണ്ടാവുക. ദർ ആർ ഫ്യൂസ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാക്കുന്ന ചില പ്ലാന്റുകളാണ് അതിൻ്റെ. അത്തരം ഫ്രൂട്ടുകളെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എക്സാമ്പിൾ ബനാന. ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അതിന് എക്സാമ്പിളാണ് ബനാന. കിട്ടിയോ? എങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 ടേം ഉള്ളൂ, അതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. നോക്കിക്കോണേ, അതിൽ ഒന്നാമത്തെ ടേമാണ് അപ്പോമിക്സിസ്. സിമ്പിളായിട്ട് അങ്ങ് പഠിക്കാൻ പറ്റും. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡിഫൈഡ് ഫോം ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതിൽ സീഡ്സ് ഉണ്ടാവും. സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. നോക്കണം കേട്ടോ. ഇനി നോക്കണേ, ആൻ ഓർഗാനിസം താൻ റീപ്രൊഡ്യൂസ് അപ്പോമിക്സിസ് കാൾഡ് അപ്പോമിക്റ്റിക് സീഡ് എന്നാണ് വിളിക്കുക. അപ്പോമിക്റ്റിക്കലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഞാൻ പറയണേ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് ശരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആകാനും ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ബട്ട് മിമിക്സ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ പോലെ ഉണ്ടാവും. ബട്ട് ഒറിജിനലി അത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എങ്കിൽ ലാസ്റ്റ് ടേമാണ് പോളി എംബ്രിയോണി. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, എംബ്രിയോണി പറഞ്ഞാൽ എംബ്രിയോ ഉണ്ടാവുക. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ് ഈസ് കാൾഡ് പോളി എംബ്രിയോണി. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, ഒരു സീഡിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. ഞാൻ എക്സാമ്പിളാണ് സിട്രസും അതുപോലെ തന്നെ ഓറഞ്ചും. മാത്രം വെച്ചാൽ മതി. കണ്ടോ? സിട്രസ്, ഓറഞ്ചിലൊക്കെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവും. അതായത് ഒരു സീഡ് നട്ടാൽ 2-3 പ്ലാന്റ് ഉണ്ടാവും. സോ പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഈസ് നോൺ ആസ് പോളി എംബ്രിയോണി. സോ മക്കളെ, നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് കേൾക്കുക. നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. സോ ഞാൻ നിർത്താണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.